إن الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. സൂറത്ത് സുമറിലെ ആദ്യത്തെ 6 ആയത്താണ് നാം പഠിച്ചത്. 6-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം മുതൽ ഒന്ന് ഒരുമിച്ച് കാണാതെ ഒന്ന് ഓതി നോക്കട്ടെ. ഒരുമിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഇന്നാ أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3. അതുവരെ എടുത്തല്ലേ. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ എന്താ അർത്ഥം പറഞ്ഞേ? ഖലഖക്കും. ഖലഖ എന്ന് പറഞ്ഞാൽ കുറച്ച് സൗണ്ട് കൂട്ടാൻ ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. ഖലഖക്കും നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. മിൻ നഫ്സിൻ വാഹിദത്തിൻ ഒരേ ആത്മാവിൽ നിന്ന്. സുമ്മ പിന്നീട് ജഅല അവൻ ഉണ്ടാക്കി. മിൻഹ അതിൽ നിന്നും സൗജഹ അതിൻ്റെ ഇണയെ. വ അൻസല ലക്കും നിങ്ങൾക്കവൻ അൻസല ഇറക്കിത്തന്നു. ലക്കും നിങ്ങൾക്ക്. അൻസല ലക്കും നിങ്ങൾക്കവൻ ഇറക്കിത്തന്നു. മിനൽ അൻആമി കാലികളിൽ നിന്ന്. അൻആം എന്നതിൻ്റെ ഏകവചനം എന്താ? നഅമൻ. 8 അസ്വാജൻ 8 തരം ഇണകളെ. കാലികളിൽ നിന്ന് 8 തരം ഇണകളെ അവൻ നിങ്ങൾക്ക് ഇറക്കി തരികയും ചെയ്തു. യഖ്ലുഖുക്കും ഖലഖക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവൻ സൃഷ്ടിച്ചു എന്നാണ്. അതിൻ്റെ മുതാരിയാണ് യഖ്ലുഖു ഖലഖൻ്റെ. അപ്പം എന്താ അർത്ഥം കിട്ടുക? യഖ്ലുഖുക്കും നിങ്ങളെ അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ബുത്തൂന് എന്ന് പറഞ്ഞാൽ ഉദരം, വയറ്. അതിൻ്റെ ഏകവചനം എന്താ? ബത്തുന്. ബത്തുനിൻ്റെ ബഹുവചനാണ് ജംആണ് ബുത്തൂന്.
ഖൽഖൻ ഒരു സൃഷ്ടിയായി, മിൻ ബഅദി ഖൽഖിൻ ഒരു സൃഷ്ടിപ്പിന് ശേഷം, ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിയായിക്കൊണ്ട്, ഫീ ളുലുമാത്തിൻ സലാസിൻ 3 ഇരുട്ടുകളിലായിക്കൊണ്ട്. ളുലുമത്തിന് ജമ്മാണെന്ത്? ളുലുമാത്ത്, ഇരുട്ടുകൾ. 3 ഇരുട്ടുകളിലായിക്കൊണ്ട്. ഇത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ. അപ്പോൾ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണ്? ആദം നബിയെ പറ്റിയാണ്. ഖലഖ കഴിഞ്ഞതാണ്. പിന്നീട് അള്ളാഹു അതിൻ്റെ ഇണയുണ്ടാക്കി. പിന്നീട് ഉണ്ടാകുന്ന മനുഷ്യവർഗങ്ങളൊക്കെ യഹ്ലുക്കു അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? ഫി ബുത്തൂനി ഉമ്മഹാത്തി. അത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയ ഏതാണ്? യഹ്ലുക്കു മുളാരിയായിട്ട് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് 8 തരം ഇണകളെ നിങ്ങൾക്കവൻ ഇറക്കി തന്നു. അത് ഏതൊക്കെയായിരുന്നു? എവിടെ പറഞ്ഞത്? സമാനിയത്ത് അസ്വാജ് എവിടെ പറഞ്ഞത്? സമാനിയത്ത് അസ്വാജ് ഇവിടെ സമാനിയത്ത് അസ്വാജേ പറഞ്ഞിട്ടുള്ളൂ. ആ സമാനിയത്ത് അസ്വാജ് 8 ഇണകൾ ഏതൊക്കെയാണെന്ന് എവിടെ പറഞ്ഞത്? ഇതിൻ്റെ ഷറഹ് എവിടെ പറഞ്ഞത്? സൂറത്ത് അൻആമിലാണ് പറഞ്ഞത് അല്ലേ? അൻആമിൽ. അത് ഓർമ്മ വേണം. മഅസ് ഇസ്നൈൻ, ലഅന് ഇസ്നൈൻ, പിന്നെ ഇബില് ഇസ്നൈൻ, ബക്കർ ഇസ്നൈൻ. ആ വാക്കന്നെ ഓർമ്മ വേണം. ഇതൊക്കെയാണ് മഅസ്. എന്താണ് മഅസ് ഇസ്നൈൻ. പിന്നെ ലഅന്. എന്താ മഅസ് പറഞ്ഞാല്? ചെമരിയാട്. ലഅന് പറഞ്ഞാല് കോലാട്. അപ്പം മഅസ് ഇസ്നൈൻ, ലഅന് ഇസ്നൈൻ. അപ്പം എത്രയായി? 4ആയി. പിന്നെ ഇബിൽ ഒട്ടകം ഇസ്നൈൻ, പിന്നെ ബക്കർ ഇസ്നൈൻ. അങ്ങനെ 8 തരം ഇണകൾ. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു വന്നപ്പം അത് മാത്രം. പിന്നെ അതല്ലാത്ത ജീവികളുണ്ടല്ലോ. പിന്നെ ആനണ്ട്, സിംഹമുണ്ട്, അതുപോലെ തന്നെ മാനുകളുണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. അതിനെ സംബന്ധിച്ചത്. അപ്പം ഇത് കാലി സമ്പത്താണ്. ഈ 8 എന്താണ്? കാലി സമ്പത്താണ്. അതിന് സക്കാത്ത് കൊടുക്കേണ്ട മുതലാണ്. അതല്ലേ? കാലി സമ്പത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ബാക്കിയൊക്കെ സമ്പത്ത്, ആന ഒരു സമ്പത്തായിട്ട് സക്കാത്ത് കൊടുക്കേണ്ട മുതലല്ല. ഈ വസ്തുക്കളൊക്കെ നമുക്ക് ഹമൂലത്തും ഫർഷുമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി സഞ്ചരിക്കാനും അതിനെ മാംസം ഭക്ഷിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇതിനെ സംബന്ധിച്ച്. പിന്നെ അതല്ലാത്തിനെ സംബന്ധിച്ച് അള്ളാഹ് വേറെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെയാണ്? കോവർ കഴുത ഒക്കെ പറഞ്ഞില്ലേ? അതൊക്കെ മറ്റ് ജീവജാലങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ 8 തരം ഇണകൾ എന്ന് പറയുമ്പോൾ അത് സമ്പത്ത്, അതിൻ്റെ മെയിൻ അതിനെപ്പറ്റി മാത്രം പറയാനുള്ള കാരണം അതെന്താണ്? അത് സക്കാത്ത് കൊടുക്കേണ്ട ഇനങ്ങളിൽപ്പെട്ട കാലി സമ്പത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പ്രത്യേകം അത് എടുത്തു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇനി അള്ളാഹ് പറഞ്ഞത് ഉമ്മമാരുടെ ഉദരങ്ങളിൽ ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിയായി നിങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? നുത്ഫത്തുണ്ട്, അലക്കത്തുണ്ട്, മുളകത്തുണ്ട്. ആ മുളകത്ത് പിന്നെ എന്താകും? ലഹ്മായിട്ട് മാറും. ആ ലഹ്മയെ കൊണ്ട് പിന്നെ ആ മുളകത്ത് ഇളാമായിട്ട് മാറും. ആ ഇളാമിനെ ലഹ്മ കൊണ്ട് പൊതിയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ അതാണ് ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പായി എന്ന് പറഞ്ഞത്. ആദ്യം നുത്ഫത്തായി, പിന്നെ അപ്പോൾ അത് നുത്ഫത്ത് പറഞ്ഞാൽ ബീജമാണ്, പുരുഷൻ്റെ ബീജാണ് നുത്ഫത്ത്. പിന്നെ അത് അലക്കത്തായി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്നുള്ള ഒരു ഭ്രൂണമായി അലക്കത്തായിട്ട് മാറി. പിന്നെ അത് മുളകത്തായിട്ട് മാറി. മുളകത്തിന് മാംസപിണ്ഡം, ഇറച്ചിയല്ല, ഒരു മാംസപിണ്ഡം. ആ മാംസ കഷ്ണം പിന്നെ എന്തായിട്ട് മാറാണ്? അതാണ് എല്ലാമായി എല്ലായിട്ട് മാറുന്നത്. എല്ലായി മാറാണ്. ആ എല്ലിനെ പിന്നെ എന്തുകൊണ്ട് പൊതിയാണ്? ലഹ്മ കൊണ്ട്. മുളകത്തും ലഹ്മും നമ്മൾ വ്യത്യാസതാണ്. മുളകത്തും ലഹ്മ എന്ന് പറഞ്ഞാൽ മാംസം, അതാണ് മാംസമായിട്ട് മാറാണ്. അങ്ങനെ. അപ്പോൾ അതാണ് ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിയായി എന്ന് പറഞ്ഞ ഒരു വിശദീകരണം. മറ്റൊന്ന് എന്താണ്? ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം. തർക്കപുന്ന തൊബക്കൻ അൻ തൊബക്. ഓരോ ഘട്ടമായി ഓരോ പടികൾ കയറി എങ്ങനെ മനുഷ്യർ പോകുന്നു. ആ കാലഘട്ടങ്ങളിലുള്ള പിന്നെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളും ഉത്തരവാദിത്വങ്ങളും അതിനെ സംബന്ധിച്ച് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പോൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, ഈ ഗർഭപാത്രത്തിനുള്ളിലുള്ള ഘട്ടം എന്ന് പറയുമ്പോൾ ഏതാണ്? നേരത്തെ പറഞ്ഞ ഈ നുത്ഫത്തും അലക്കത്തും മാത്രമാണ്. അത് തന്നെ അത് ഏതവസ്ഥയിലാണ്? 3 ഇരുട്ടുകളിലായി, ലുലുമാത്തുകളിലായി. ആ ലുലുമാത്തുകളിൽ നിന്നാണ് മനുഷ്യൻ പുറത്തേക്ക് വന്നത്. അതാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ ആ 3 ഇരുട്ട് ഏതാണ്? ഒന്ന് ഉമ്മയുടെ വയറ്, പിന്നെ
ഗർഭപാത്രം, പിന്നെ ആ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കുട്ടിയെ ആവരണം ചെയ്യുന്ന ആ ഒരു പാട, ഇങ്ങനെ 3 എണ്ണം, ആ 3 ഇരുട്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി അള്ളാഹു തആല ബാക്കി പറയാൻ പോവാണ്. ഇത് പറഞ്ഞതിന് ശേഷം, ഈ ആശയം പറഞ്ഞതിന് ശേഷം എന്തിനാണ് അള്ളാഹു ഇത് പറഞ്ഞത്? ഇതിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്തിനാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്? അതാണ് ഈ അവസാന ഭാഗമാണ്. ഈ ആയത്തിൻ്റെ സുദീർഘമായ ഒരു വലിയൊരായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ എവിടേക്ക് എത്തുന്നു, അതാണ് എനിക്ക് പറയാനുള്ളത്. നോക്കാം. കണ്ടില്ല എല്ലാവരും? ഓതുന്ന സ്ഥലം ഖുർആനിൽ കാണണം. എല്ലാവരുടെ കയ്യിലും ഖുർആൻ വേണം, ഖുർആനിൽ നോക്കണം. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ഓതട്ടെ ഒന്നും കൂടെ. ഓതട്ടെ ഒന്നും കൂടെ. കാണാതെ ഒന്നും കൂടി. ഒന്നും കൂടി. ഒന്നും കൂടി. കാണാതെ ഒന്നും കൂടി. ദാലിക എന്ന് നമ്മൾ ഓതും, എഴുതുമ്പം ദലിക എന്ന് എഴുതാൻ പാടുള്ളൂ കേട്ടോ. ദലിക എന്ന് എഴുതുക, ഓതുമ്പം ദാലിക എന്ന് ഓതണം കേട്ടോ. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ഒന്നുകൂടി. കാണാതെ ഒന്നും കൂടി. ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ ഇല്ലാഹു. ഇല്ലാഹു എന്നാണ് വഖഫ് ചെയ്യേണ്ടത് കേട്ടോ. കൂട്ടി ഓതാണെങ്കിൽ ഹുവ എന്ന് ഓതണം. വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹു എന്നേ പറയാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലാഹു ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ലാ ഇലാഹ ഇല്ലാഹു. കൂട്ടി അതട്ടെ. കാണാതെ. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ലാ ഇലാഹ ഇല്ലാഹു. ഒന്നും കൂടി. ഫഅന്നാ തുസ്റഫൂൻ. فأنا تصرفون. فأنا تصرفون. تلكن ذلكم الله ربكم لهم الملك لا إله إلا هو فأنا تصرفون. കൂട്ടി ഓതാണെങ്കിൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ. ലാ ഓതട്ടെ. ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅൻ. ഇപ്പൊ 2 ഭാഗമായിട്ട് പഠിക്കും. തലക്കെന്ന് ഇവിടെ മുൽക്കിന്റെ ഇവിടെ നിർത്തുക, പിന്നെ ഒരുമിച്ച് ഓതാ. ഒന്നും കൂടി. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ. സത്തുള്ള എല്ലാ നൂനിനും മണിക്കണം. ഫഅന്നാ തുസ്റഫൂൻ. തലക്കന്ന് ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ. ഒന്നും കൂടി. ഒന്നും കൂടി.
ഒന്നും കൂടി. ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്ന. ഒന്നും കൂടി. ഒന്നും കൂടിയാ. കാണാതെ കാണാതെ. ഒന്നും കൂടിയാ. കാണാതെ. കാണാതെ കാണാതെ. ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്ന. ഒന്നും കൂടി. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ കുറിച്ച്, ഉലൂഹിയ്യത്തിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ മുലൂക്കിയത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ആയത്താണിത്. വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. ഒരു ദിക്ർ പോലെ പഠിക്കാൻ പറ്റിയ ഒരു ആയത്താണ്. കാണാതെ നിർബന്ധമായിട്ട് മനസ്സിലുണ്ടായിരിക്കണം. ഒന്നുകൂടി. ഒന്നുകൂടി. അപ്പോൾ ഈ അവസ്ഥയിലൊക്കെ നമ്മളെ പടച്ചുണ്ടാക്കി അള്ളാഹു തആല നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് ശേഷം അള്ളാഹു പറയുക ദാലിക്കുമുല്ലാഹു. അർത്ഥം ശ്രദ്ധിക്കുക. ദാലിക്കും എന്ന് പറഞ്ഞാൽ ദാലിക്ക എന്ന അർത്ഥം തന്നെയാണ്. ദാലിക്കും എന്ന് പറയുമ്പോൾ ദാലിക്ക എന്ന് പറഞ്ഞ അതേ അർത്ഥത്തിൽ ദാലിക്കും എന്ന് പ്രയോഗിക്കും. ഖുർആനിൽ അതൊരു ശൈലിയാണ് അള്ളാഹുവിൻ്റെ. ദാലിക്കുമുല്ലാഹു, അതാകുന്നു അള്ളാഹു, അതാകുന്നു അള്ളാഹു. ദാലിക്കറ അത് എന്നാണ്. ദാലിക്കും എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ദാലിക്കുമുല്ലാഹു, അതാകുന്നു അള്ളാഹു. റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ. ഇവിടെ നിങ്ങൾ എന്നർത്ഥമില്ല കേട്ടോ. റബ്ബുക്കും, നിങ്ങളുടെ നാഥനായ. ഇവിടെ കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. ക എന്നുള്ളതിൻ്റെ ബഹുവചന കും. നിങ്ങളുടെ നാഥനായ അള്ളാഹു ആകുന്നു അത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത്. ലഹു, അവനാകുന്നു. ലഹു, അവനാകുന്നു. ലഹു എന്ന് പറഞ്ഞത് ഹുവന്റെ ഷോർട്ടാണ്. അറിയല്ലോ, പറഞ്ഞതാണ്. അവനാകുന്നു അൽ മുൽക്ക്, രാജാധികാരം. അൽ മുൽക്ക്, രാജാധികാരം. അവനാകുന്നു എല്ലാ അധികാരങ്ങളും ഉള്ളത്. ഇപ്പം മനുഷ്യനെ അവൻ എവിടെ എത്തിയാലും ആരായിരുന്നാലും അള്ളാഹുവാണ് എല്ലാ അധികാരങ്ങളും അവന് നൽകുന്നതെന്നർത്ഥം. ലാ ഇലാഹ, ആരാധ്യൻ ഇല്ല. ലാ ഇല്ല, ഇലാഹ് ആരാധ്യൻ. ലാ ഇലാഹ, ആരാധ്യൻ ഇല്ല. ഇല്ലാഹുവ, അവൻ അല്ലാതെ. ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. അവൻ അല്ലാതെ ആരാധ്യൻ ഇല്ല. ഫ അപ്പോൾ, ഫ അപ്പോൾ, അന്ന, എങ്ങനെയാണ്. അന്ന എന്നത് ചോദ്യചിഹ്നമാണ്. അന്ന അത് സാധാരണ നമ്മൾ ഇന്ന അന്ന എന്ന് പറഞ്ഞാൽ അന്നല്ലത്. കൈഫ എന്ന അർത്ഥത്തിൽ എങ്ങനെ. ഫ അപ്പോൾ അന്ന, എങ്ങനെയാണ് തുസ്റഫൂൻ, നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്. അതായത് ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. നിങ്ങളെ പടച്ചതും അധികാരങ്ങളുമെല്ലാം ഉള്ളത് ആർക്കാണ്? അള്ളാഹുവിനാകുന്നു. അപ്പം ആ അള്ളാഹുവിന് നൽകേണ്ട അധികാരങ്ങൾ നൽകാതെ അതിൽ നിന്ന് നിങ്ങളെ എങ്ങനെയാണ് മറ്റൊരു റൂട്ടിലേക്ക് തിരിച്ചു വിടപ്പെടുന്നത്. അതാണ് ഫ അപ്പോൾ അന്ന, എങ്ങനെയാണ് തുസ്റഫൂൻ, നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്. അസ്റഫ, അസുറഫ എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു. അസുറഫ
അസ്റഫ അതിന്റെ മുളാരിയാണ് യുസ്രിഫു. അസ്റഫ യുസ്രിഫു. പിന്നെ ഇതിന്റെ മുളാരി അല്ല ഇതിന്റെ മജ്ഹൂല് ഉസ്രിഫ. ഉസ്രിഫ യുസ്റഫു. ശ്രദ്ധിക്കട്ടെ, അസ്റഫ എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു, യുസ്റഫു തെറ്റിക്കുന്നു, ഉസ്രിഫ തെറ്റിക്കപ്പെടുന്നു. മനസ്സിലായ പറഞ്ഞ ബോർഡിൽ ശ്രദ്ധിക്കുക, ബോർഡ് ശ്രദ്ധിക്കുക. ഞാൻ പറയുമ്പോൾ ഇതാ അസ്റഫ എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു, അസ്റഫ യുസ്രിഫു എന്ന് പറഞ്ഞാൽ തെറ്റിക്കുന്നു, തെറ്റിക്കും. ഈ അസ്റഫ എന്ന വാക്കിന്റെ മജ്ഹൂലാണ് ഉസ്രിഫ. നമ്മൾ പണ്ട് പറഞ്ഞ ഓർമ്മയില്ല, ലറബ, ലുരിബ, കത്തബ, കുത്തിബ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ചെയ്യപ്പെട്ടു, കത്തല കൊന്നു, കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്ത ആൾ ആരാന്ന് അറിയില്ല, മജ്ഹൂലാണ്, അറിയപ്പെടാത്ത ആൾ. ആ ക്രിയക്കാണ് പറയാം. അപ്പം ഉസ്രിഫ എന്ന് പറഞ്ഞാൽ തെറ്റിക്കപ്പെട്ടു, യുസ്റഫു തെറ്റിക്കപ്പെടുന്നു. തുസ്റഫു ഈ യൂന് പകരം തൂ വരുമ്പം താ മുഹാത്തബിന്റെ താ ആണ്. മുഹാത്തബിന്റെ താ നേരെ അഭിസംബോധന ചെയ്യാം. തുസ്റഫൂൻ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നു, തുസ്റഫൂൻ നിങ്ങൾ. അപ്പോൾ അന്ന എങ്ങനെയാണ് തുസ്റഫൂൻ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്, നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തെറ്റിക്കപ്പെടും? നിങ്ങളെ ഏതൊരു മനുഷ്യനും ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ കിടന്ന് ഈ 3 ഇരുട്ടുകളിലായി വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ കടന്നു വന്ന് പുറത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ മനുഷ്യരല്ലാത്ത ഒരാളും ഭൂമിയിലില്ല. അപ്പം ആ റബ്ബിനെ ദാലിക്കും അല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളെ റബ്ബ്. മനസ്സിലായി പറഞ്ഞേ? ആ റബ്ബ് ആരാധനക്കർഹനവന് മാത്രമാണ്. ഈ സത്യത്തിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയായിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ അതിൽ നിന്നും തെറ്റിക്കപ്പെടുന്നത്? എഴുതിക്കൊള്ളും. എങ്ങനെ? അതിന് ശേഷം ഇങ്ങനെ വരണ്ട. എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇവിടെ ഏത് ഖുർആനിലുള്ളത്? ഇങ്ങനെ ഉണ്ടാവില്ല. അത് ഈ തുടക്കത്തിൽ ഇങ്ങനെ ഒരു വര ഉണ്ടാവുള്ളൂ. ഇങ്ങനെ തയോട്ട് മേലക്കായിട്ടല്ലേ? കീപ്പട്ട് വരില്ല, മേപ്പട്ടല്ലേ? അങ്ങനെ വരുള്ളൂ, തായോട്ട് വരില്ല. അത് ഇതന്നെയാണ്, ഈ ഇതന്നെയാണ്. മനസ്സിലല്ലേ? അതിൻ്റെ വേറൊരു ലിപിയാന്ന് മാത്രം. ഇങ്ങനെ അതിങ്ങനെ വരും. നമ്മളൊക്കെ പണ്ട് പഠിച്ചത് ഇങ്ങനെയാണ്, ദാലിക്ക അല്ലേ? ദാലിക്ക ഇങ്ങനെ പഠിച്ചത്, ഇങ്ങനെ ഉണ്ടാവില്ല. അത് അങ്ങനെയാണ് എഴുതുക, ദലിക്കാണ് എഴുതുക, വായിക്കുമ്പോൾ ദാലിക്ക വായിക്കുക. അയ്യത്തിൻ്റെ ആ പദം അങ്ങനെയാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പദം ദാലിക്ക അറിയല്ലോ, ദാലിക്കും. റബ്ബ് രക്ഷിതാവ്, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്. ദാലിക്കുമുല്ലാഹു അവനാകുന്നു, അതാകുന്നു അല്ലാഹു. റബ്ബുക്കും നിങ്ങളുടെ നാഥനായ രക്ഷിതാവായ അല്ലാഹു. ലഹു അവനാകുന്നു അൽ മുൽക്ക് രാജാധികാരം. ഒരുമിച്ച് ചെയ്ത് നമുക്ക് അതിന് മേലെ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലല്ലോ, പദങ്ങൾ അർത്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളൂ. മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം, രാജാധികാരം, ഇതൊക്കെ ഭരണാധികാരമൊക്കെ മുൽക്ക് പറയാം. ലാ ഇലാഹ ഇലാഹ് ആരാധ്യൻ, ലാ ഇലാഹ ആരാധ്യനില്ല, ഇല്ലാഹുവ അവനല്ലാതെ.
അന്ന എങ്ങനെയാണ് ട്ടോ. അന്ന ഫ പ്ലസ് അന്ന, അപ്പോൾ എങ്ങനെയാണ്. ഇനി അതിൽ പഠിക്കാനുള്ള ഒരു പുതിയ ക്രിയ അതാണ് അസ്റഫ യുസ്രിഫു, ഉസ്രിഫ യുസ്റഫു. അത് ഇതാ ഫ അപ്പോൾ അന്ന എങ്ങനെയാണ്. അന്നാന്ന് എഴുതുമ്പോൾ യാ ഇട്ട് എഴുതണം കേട്ടാ, അവസാനം യാ ഇട, പുള്ളി വേണ്ട, പുള്ളില്ലാത്ത യാ. അന്ന ഇത് അസ്റഫ്, ഇത് എഴുതിക്കോളൂ. അസ്റഫ യുസ്രിഫു, അസ്റഫ യുസ്രിഫു, ഉസ്രിഫ യുസ്റഫു ആണ് വ്യത്യാസം. അസ്റഫ പറഞ്ഞാൽ അസ്റഫു എന്ന് എഴുതിയാണ് അല്ലേ. അസ്റഫ അസ്റഫ യുസ്രിഫു. ഒരു മണം വരണ്ട. അസ്റഫ യുസ്രിഫു, അസ്റഫ തെറ്റിച്ചു, യുസ്രിഫു തെറ്റിക്കും, തെറ്റിക്കുന്നു. മുതാരിയായ ക്രിയയാണ്. നമ്മൾ ആദ്യം പഠിച്ചില്ലേ, മാദി മുതാരി മസ്ദർ പഠിച്ചില്ലേ, അതിൽ പെട്ടതാണ്. അസ്റഫിന്റെ മജ്ഹൂലാണെന്ത്? ഉസ്രിഫ. അസ്റഫ തെറ്റിച്ചു, യുസ്രിഫു തെറ്റിക്കും, തെറ്റിക്കുന്നു. ഉസ്രിഫ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം വരിക? തെറ്റിക്കപ്പെട്ടു. യുസ്രിഫു തെറ്റിക്കപ്പെടുന്നു, തെറ്റിക്കപ്പെടും ട്ടോ. ഉസ്രിഫ യുസ്റഫു, തെറ്റിക്കപ്പെട്ടു. ഉസ്രിഫ യുസ്റഫു തെറ്റിക്കപ്പെടും. അതാണ് ഇവിടെ തുസ്റഫു എന്ന് പറയാൻ കാരണം. യാഇന് ഈ യാ താ ആയിട്ട് മാറുമ്പോൾ എന്താവും? നീ എന്നാകും. ഇപ്പം പിന്നെ യഫ്അലൂൻ എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിക്കുന്നു, യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നു, യഅലമൂൻ അവർക്കറിയാം. അത് താ ആക്കുമ്പോഴോ തഅലമൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുന്നു. മനസ്സിലായി പറഞ്ഞേ? തഫ്അലൂൻ നിങ്ങൾ മനസ്സിലാക്കുന്നു. യുസ്റഫു എന്ന് പറഞ്ഞാൽ തെറ്റിക്കപ്പെടുന്നു, തെറ്റിക്കപ്പെടും, തെറ്റിക്കപ്പെടുന്നു. അതാണ് ഉസ്രിഫ യുസ്റഫു. പിന്നെ ഈ താ ഇവിടെ യാ അല്ല, താ ആണ്. ഈ താ വരുമ്പോൾ എന്താ അർത്ഥം കിട്ടുക? നിങ്ങൾ എന്നാവും. ഇവിടെ യുസ്രിഫ് എന്ന് പറഞ്ഞാൽ അവർ എന്നർത്ഥം കിട്ടുക, ഗൈബാണ്, സ്ഥലത്തില്ലാത്ത. താ ആവുമ്പോൾ എന്താവും? മുഹാത്തബ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഹാലിർ, പ്രസന്റ് ആയ ആളോട് പറയാം, മുഖത്ത് നോക്കിയിട്ട്. തുഫ അന്ന അപ്പോൾ എങ്ങനെയാണ് തുസ്റഫൂൻ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്. യുസ്റഫൂൻ എന്നാണെങ്കിൽ അവർ തെറ്റിക്കപ്പെടുന്നതാവും അർത്ഥം. മനസ്സിലായി പറഞ്ഞേ? യുസ്റഫൂൻ എന്നാവുമ്പോൾ എന്താ അർത്ഥവും? അവർ തെറ്റിക്കപ്പെടുന്നത്. തുസ്റഫൂൻ എന്നാവുമ്പോഴോ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്. മജ്ഹൂല്, മജ്ഹൂല്. ഈ ക്രിയക്ക് മാറൂഫ്, മാറൂഫ് എന്ന് പറഞ്ഞാൽ ഫായിൽ അറിയപ്പെടുക. എന്താണ് ഫായിൽ? ഈ ക്രിയ ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ, ആ ആള് അറിയപ്പെടുക മാറൂഫ്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫായിൽ അറിയപ്പെടാത്ത ക്രിയ. ഫായിൽ മാറൂഫും മജ്ഹൂലും അങ്ങനെ പറയാം. കൊന്നു, കത്തല, കൊന്നു എന്ന് പറഞ്ഞാൽ മാറൂഫാണ്. അതേസമയത്ത് കുത്തില എന്നാണെങ്കിൽ, കൊല്ലപ്പെട്ടു എന്നാണെങ്കിൽ കൊലപാതകം നടന്നു, പക്ഷെ കൊന്നതാരാന്ന് അറിയില്ല. പ്രവൃത്തി ചെയ്യുന്ന ആള് എന്തായിരിക്കും? മജ്ഹൂലാണ്, അറിയപ്പെടാത്ത ആളാണ്. അതാണ് മാറൂഫ് മജ്ഹൂൽ എന്ന് പറഞ്ഞ ക്രിയക്കുള്ള വ്യത്യാസം. നസറ സഹായിച്ചു, നുസിറ സഹായിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? കത്തബ എഴുതി, കുത്തിബ എഴുതപ്പെട്ടു, അങ്ങനെ അർത്ഥം കിട്ടുക. പെട്ടു എന്ന് പറയുമ്പം എഴുതപ്പെട്ടു എന്ന് പറയുമ്പോൾ എഴുതാന്നുള്ള പണി നടന്നതിന് എഴുതിയത് ആരാന്ന് അറിയില്ല. നസറ സഹായിച്ചു, നുസിറ സഹായിക്കപ്പെട്ടു പറഞ്ഞാൽ സഹായിച്ചു, പക്ഷെ ആരാണ് സഹായിച്ചതെന്ന് അറിയില്ല. അതാണ് ആ ക്രിയൻ്റെ പ്രത്യേകത. അതാണ് തുസ്റഫ്. ശരി, അപ്പോൾ ഇനി ഒരുമിച്ച് അർത്ഥം ചെയ്താൽ നമ്മൾ മുകളിൽ പറഞ്ഞത് ആദ്യം മുതലേ ഇങ്ങോട്ട് അർത്ഥം എഴുതണം. എഴുതിയിട്ട് ചില നമ്മൾ അതിൻ്റെ പദങ്ങൾ അർത്ഥങ്ങളൊക്കെ എഴുതിയതല്ലേ, എല്ലാ പദങ്ങൾ അർത്ഥങ്ങളും എഴുതിക്കണില്ല, ഉറപ്പല്ലേ? എന്നാൽ എഴുതിക്കോളൂ. ഒരുമിച്ച് അർത്ഥം ചെയ്താൽ ഒരു ആത്മാവിൽ നിന്ന്
ബ്രാക്കറ്റിൽ വേണമെങ്കിൽ അസ്തിത്വം എന്ന് കൊടുക്കുക. അസ്തിത്വം, അസ്തിത്വം ബ്രാക്കറ്റിൽ. ഒരു ആത്മാവിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. പിന്നീട് അതിൽ നിന്ന് അതിൻ്റെ ഇണയെ, പിന്നീട് അതിൽ നിന്ന് അതിൻ്റെ ഇണയെ അവൻ ഉണ്ടാക്കി. കന്നുകാലികളിൽ നിന്ന് എട്ട് ജോഡികളെയും അല്ലെങ്കിൽ 8 ഇണകളെയും അവൻ നിങ്ങൾക്ക് ഇറക്കിത്തന്നു. നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ മൂന്ന് ഇരുട്ടുകളിലായിക്കൊണ്ട് ഒരു സൃഷ്ടിക്ക് ശേഷം മറ്റൊരു സൃഷ്ടിയായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. അവനാണ് ആധിപത്യം. അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? തെറ്റിക്കപ്പെടുന്നത് അവിടെ സത്യത്തിൽ നിന്നുള്ള ബ്രാക്കറ്റിലാക്കുക, സത്യത്തിൽ നിന്നുള്ള ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇങ്ങനെ 5 മിനിറ്റ് നേരം ഞങ്ങൾക്ക് എന്താ പണിയെന്നറിയോ? പിന്നെ ചില ആൾക്കാർക്ക് ഉറക്കം വരുന്നുണ്ട്, ചില ആൾക്കാർക്ക് കൂട്ടുവായ വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്.
ഞാൻ ആദ്യം പറഞ്ഞതാണ്, ക്ഷീണവും ഇതൊക്കെ ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഓരോ ഹറഫുകളും ഓരോ അക്ഷരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഒരു ഫത്തഹ്, കസ്ർ, ലമ്മ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അശ്രദ്ധ പാടില്ല. ആർക്കെങ്കിലും ചിലപ്പം രാത്രി ഉറക്കം വെച്ച ആൾക്കാരുണ്ടാവും, രാത്രി പോരുന്നവരെ ഡ്യൂട്ടി ചെയ്തിട്ട് പോകുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും, ക്ഷീണമുള്ളവരൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുഖം കഴുകി വരിക. പിന്നെ കാരണം നമുക്ക് ഇവിടെ ക്ലാസ്സിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഇസ്തിമാഅ് വേണമെന്ന് പറഞ്ഞ വിഷയമാണ്. ഒരിക്കലും അശ്രദ്ധയിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ 5 മിനിറ്റ് സമയം നിങ്ങൾ ഈ ആയത്ത് ഖുർആനിൽ നോക്കിയിട്ട് പിന്നെ കാണാതെ ഓതാൻ കഴിയുണ്ടോ നോക്കുക, അർത്ഥം ഒന്ന് പറഞ്ഞു വെക്കുക. നോട്ട് പുസ്തകം പൂട്ടി വെക്കണം. നോട്ട് പുസ്തകം പൂട്ടി വെക്കുക. പൂട്ടി വെച്ചിട്ട് ഖുർആനിൽ നോക്കിയിട്ട് ഓരോ പദത്തിൻ്റെ ഹലക്കും അവിടെ നിന്ന് തുടങ്ങുക. അർത്ഥം പറയാൻ കഴിയുണ്ടോ നോക്കുക. ഒരു 2 മിനിറ്റ് സമയം. ഏതെങ്കിലും പിന്നെ അവ്യക്തത ഉണ്ടെങ്കിൽ ചോദിക്കാനാണ് ഞാൻ നോക്കാൻ പറഞ്ഞത്. നമ്മളൊരു ആയത്ത് പഠിച്ചിട്ട് അതിൽ ഒന്നും കിട്ടാത്തതോ അറിയാത്തതോ ഉണ്ടാവരുത്. ഉണ്ട് ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അതൊരു ഖുർആനിലൊരു പ്രയോഗമാണ്. അടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നുള്ള അർത്ഥത്തിലല്ല, ദാലിക്ക എന്ന് പറഞ്ഞാൽ ശരിക്ക് അത് എന്നാണ്. ദാലിക്കും എന്ന് പറയുമ്പോൾ കും എന്ന ദാലിക്ക എന്നതിനെ കും എന്ന് പ്രയോഗിച്ചെന്ന് മാത്രം. കും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നുള്ളൊരു ബഹുമാനത്തിൻ്റെ ഒരു സ്വരമാണെന്ന് മാത്രമേ. ദാലിക്കുമാന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഖുർആനിലുണ്ട്. ശരി, അപ്പോൾ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അർത്ഥം പറയാൻ കഴിയണില്ലേ? നോക്കിയില്ല, അർത്ഥം നോക്കിയില്ലേ? അർത്ഥം പറയാൻ കഴിയണ്ടല്ലോ അല്ലേ? എന്തൊരു ഉഷാറില്ലാത്ത ആ സമൂസയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. സമൂസ ഈ മയക്കുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ചായ മാത്രം മതിയേനെ. ചായ സമൂസയും തിന്നാ ഞങ്ങൾ തിന്നിട്ട് പോരി. ഒന്നേ പാടും, രണ്ടെണ്ണം തിന്നോണ്ട പ്രശ്നം. അതാരാ കൊടുന്നത്? ആരാ വകെ? മാഷാ അല്ലാഹ്, അല്ലാഹു തആല പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. നല്ല രുചിയുള്ള സാധനമാണ്. അപ്പോൾ നമ്മളെ ക്ഷീണം കുഴക്കമൊക്കെ ഞാൻ ചായയും
കടിയൊക്കെ കൊണ്ടുവരുന്നത് ഒക്കെ നല്ല പിന്നെ ഒരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവരണം. അള്ളാഹു തആല അവർക്ക് തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ചായ ആണെങ്കിലും കടിയാണെങ്കിലും ഒക്കെ വെച്ചാൽ ഖുർആൻ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊടുക്കണതാണ്, വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. പക്ഷെ അത് കുടിച്ചിട്ട് പിന്നെ നമ്മൾ മാങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയുള്ള കാര്യമല്ല. അപ്പം അത് ഞാൻ ചായ കട്ടനാക്കിയാൽ മതി, പാൽ ചായ ഒഴിവാക്കുക, കട്ടനാക്കുക. അപ്പോൾ ഉറക്കം പോയിക്കോളൂ അല്ലേ, അതാ നല്ലത്. ശരി, അപ്പോൾ ഇനി പിന്നെ മുൽക്ക് എന്ന വാക്ക് ശ്രദ്ധിക്കാം. ലഹുൽ മുൽക്ക്, ഈ ആയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹുൽ മുൽക്കാണ്. പരിശുദ്ധ ഖുർആനിൽ 31 സ്ഥലത്ത് അള്ളാഹുവിൻ്റെ മുൽക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിനെ പുകഴ്ത്തി വാഴ്ത്തി പ്രശംസിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കണം റബ്ബിനോട് ചോദിക്കേണ്ടത്. ശ്രദ്ധിക്കുക, റബ്ബിനോട് നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനെ അവൻ്റെ നാമഗുണവിശേഷണങ്ങളെ എടുത്തു പറഞ്ഞ് ചോദിക്കണം. അത് ഒരു അതിൻ്റെ ഒരു ആദാബുകളിൽ പെട്ടതാണ്. മനസ്സിലാ പറഞ്ഞത്? അർഹമുറാഹിമീനായ പടച്ചവനെ, കണ്ടോ, തൗവാബായ ഗഫാറായ പടച്ചവനെ, അങ്ങേയറ്റം പൊറുക്കുന്നവനും മാപ്പ് നൽകുന്നവനുമായ പടച്ചവനെ. അങ്ങനെ അള്ളാഹ് നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താണോ ആ കാര്യം എടുത്തു പറഞ്ഞിട്ട് റാസിക്കും റസാക്കുമായ പടച്ചവനെ. നമ്മൾ എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ, വിഭവങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഭക്ഷണം, അന്നം ചോദിക്കുകയാണെങ്കിൽ ഓരോന്നും അങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ചോദിക്കണം. അതിൽപ്പെട്ട അങ്ങനെ പറയുമ്പോൾ ഏതൊരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞിട്ടുള്ള വാക്കാണ് ലഹുൽ മുൽക്ക്. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്. ഇതിങ്ങനെ ഹംദും മുൽക്കും മാറ്റി മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഓരോ ആയത്തുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രാർത്ഥനകൾ പഠിക്കാനുണ്ട്. ഇവിടെ ഈ ആയത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു പ്രാർത്ഥന, അത് ഖുർആനിൽ റസൂലുള്ളാഹിക്ക് അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അത് മുൽക്കിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചില ആയത്തുകൾ പറയുകയാണ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ മറിക്കണ്ട, മറിച്ചാൽ ഒരുപാട് സമയം പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഴുതുക, ഞാൻ നിങ്ങൾ കേട്ടാൽ മതി. നമ്പർ നിങ്ങൾ എഴുതുക. 1, 2 107. എന്നിട്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മതി. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. ഇവിടെ ഈ ലഹുൽ മുൽക്ക് എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഓരോ ആയത്തിലും. മനസ്സിലായില്ലേ? അലം തഅലം, നീ അറിയുന്നില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലഹു, അവനാണ് മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൽക്ക്, അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണെന്ന് അറിയുന്നില്ലയോ? അടുത്തത് 3 189. കേൾക്കുക. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എല്ലാ കാര്യങ്ങൾക്കും കഴിവുണ്ടാകണമെങ്കിൽ അള്ളാഹ്. ഇനി അടുത്ത ആയത്ത് പറയാൻ പോണ എന്താ അറിയോ? ഇനി പഠിക്കാൻ പോണ ആയത്ത് മനുഷ്യൻ്റെ ദുർബലതയും അള്ളാഹുവിൻ്റെ അജയ്യതയും ബോധ്യപ്പെടുത്തിരുന്ന ആയത്തിലേക്കാണ് വരാൻ പോണത്. എല്ലാറ്റിനും കഴിവുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അപ്പോൾ അത് മുൽക്കിൻ്റെ ഒരു വിശദീകരണത്തിൽ പെട്ടതാണ്. അടുത്തത് 5:17. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. നേരത്തെ സമാവാത്ത് അർളെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വമാ ബൈനഹുമാ യഖ്ലുഖു മാ യശാ. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ മുൽക്കിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളത് ഖലഖ യഖ്ലുഖു പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. യഖ്ലുഖു, അള്ളാഹു അവൻ എന്തുദ്ദേശിക്കുന്നുവോ അതവൻ
സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ്. ഇനി 5-18, നേരത്തെ 17 പറഞ്ഞത്, ഇനി 5-18. അപ്പോൾ യഖ്ലുഖു മാ യശാഉ പറഞ്ഞു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞു. ഓർമ്മണ്ടല്ലോ, മനസ്സിൽ വേണം. ഇനി 5 അടുത്തത് 5 എത്ര പറഞ്ഞ്? വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വഇലൈഹിൽ മസീർ. വഇലൈഹിൽ മസീർ, അവൻ്റെ അടുക്കലേക്കാണ് നിങ്ങളുടെ മടക്കം. ഏത് അധികാരം ഈ ദുനിയാവിൽ നൽകപ്പെട്ടവനും എല്ലാം ഉപേക്ഷിച്ച് അവസാനം ഒരു മടക്കമുണ്ട്. സ്വേച്ഛാധിപതികളായി ഏകാധിപതികളായി ഭരണം നടത്തിയിരുന്ന പല ഭരണകർത്താക്കളും നമുക്കറിയാം, അവസാന കാലത്ത് ഓവുചാലിലാണ് അഭയം തേടിയത്. ഓവുചാലിൽ അഭയം തേടി അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്ന് പരസ്യമായി തൂക്കിക്കൊന്നവരും വെടിവെച്ച് കൊന്നവരും എല്ലാം ഉണ്ട്. ആരായിരുന്നു അവരൊക്കെ? അധികാരമുള്ളവരായിരുന്നു, ഒരു രാജ്യത്തിൻ്റെ അധികാരമുള്ളവർ, വർഷങ്ങളോളം ഭരണാധികാരികളായി ജീവിച്ചവർ. അവർ തന്നെ ആര് ഭരിച്ചുവോ ആ ഭരണീയരൊക്കെ കൊണ്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് അക്രമം ഉണ്ടാവുകയും അതല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാവുകയും ചെയ്തിട്ട് അവസാനം എത്ര അധികാരം നൽകപ്പെട്ടവനാണെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് എവിടേക്ക് ചെല്ലേണ്ടി വരും? അള്ളാഹുവിന്റെ അടുക്കലേക്ക്. വഇലൈഹിൽ മസീർ. അടുത്തത് മുൽക്കു സമാവാതി വൽ അർള് പറയുമ്പോൾ മുൽക്ക് വലഹുൽ മുൽക്ക് പറയുമ്പോൾ അറിയേണ്ട സംഗതിയാണ്. അടുത്തത് 5-40. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർള്. 5-120. അടുത്ത് 5-120. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി വമാ ഫീഹിന്ന. വമാ ഫീഹിന്നയും വമാ ബൈനഹുമയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ അറിയോ? മനസ്സിലായില്ല? മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ എന്നാ നേരത്തെ പറഞ്ഞത്. ഇവിടെ വമാ ഫീഹിന്നയാണ് പറഞ്ഞത്. ബൈനഹുമ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അതിനിടയിലുള്ള വസ്തുക്കൾ, ആകാശം, ഭൂമി, പിന്നെ ഭൂമി, അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലസ്റ്ററുകൾ, ഗാലക്സികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം. വമാ ഫീഹിന്ന എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിൻ്റെ ഒക്കെ അധികാരം. എന്തല്ലേ പറഞ്ഞത്? ആകാശത്തിൽ എന്തൊക്കെയുണ്ടോ, ആകാശലോകത്ത് എന്തെല്ലാം സംവിധാനങ്ങൾ, നമുക്കെന്താ അറിയാം? നമുക്കൊന്നും അറിയില്ല. ആകാശത്തിനെ പറ്റി അള്ളാഹ് അറിയിച്ചെന്ന കുറച്ച് കാര്യങ്ങൾ അറിയുള്ളൂ. നമുക്കറിയാത്ത പല വ്യവസ്ഥിതികളും പല പ്രക്രിയകളും പടച്ചവൻ ആകാശലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ വസ്തുക്കളുടെയും അധികാരമാർക്കാണ്? അള്ളാഹുവിന്. പിന്നെ 6-73. ഖൗലുഹുൽ ഹഖ്, അവൻ്റെ വാക്ക് സത്യമാണ്. വലഹുൽ മുൽക്ക് യൗമ യുൻഫഖു ഫിസ്സൂർ. ഞാൻ മുൽക്ക് ഓരോ ചില മുൽക്കുകൾ പ്രത്യേകം എടുത്ത് പറയാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അധികാരം അള്ളാഹ്ക്ക് മാത്രമാണ്. മനസ്സിലായില്ല? അവസാനിക്കാൻ പോവാണ് ലോകം. പടച്ചവൻ തീരുമാനിച്ചു. പിടിച്ചു വെക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? ഏതെങ്കിലും രാജ്യക്കാരെ കൊണ്ട് പറ്റും? ഒരു രാജ്യം വേറെ രാജ്യത്തെ തകർക്കുകയാണെങ്കിൽ അപ്പോൾ തടയാൻ പറ്റും, ഫോഴ്സ് ഉപയോഗിക്കുക. ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? പടച്ചവൻക്കെതിരിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അധികാരം ആർക്ക് മാത്രമാണ്? അതാണ് യോമ യുംഫഖു ഫിസ്സൂർ എന്ന് പറഞ്ഞാൽ കാലത്തിൽ ഉദാന്ന് പറഞ്ഞാൽ അവസാനിക്കുകയാണ്. അപ്പം ആരുടെ അധികാരം മാത്രമേ നടപ്പിലാവുള്ളൂ? അള്ളാഹുവിൻ്റെത് മാത്രമേ നടപ്പിലാവുള്ളൂ. പിന്നെ 7-158. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ അധികാരം ആർക്കാണോ ആ അള്ളാഹു നിയോഗിച്ച എല്ലാ മനുഷ്യരിലേക്കുമുള്ള ദൈവദൂതനാകുന്നു ഞാൻ എന്ന് പറയുക. അത് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാന ഭാഗത്ത് കുറച്ച് വിശദീകരിക്കാം ആ കാര്യം. പിന്നെ ഇനി 9-116. 9-116. ഇന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർളി യുഹ്യി വയുമീത്. എന്താണ്?
യുഹ്യി വയുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ആർക്കധികാരം? ഓരോ വിഷയങ്ങൾ നോക്കി നിങ്ങൾ ഒരു ആയത്തിന് ഷർഹാണ് ഈ പറഞ്ഞത്. ഈ ലഹുൽ മുൽക്ക് എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ലഹുൽ മുൽക്ക് അത് പറഞ്ഞു പോയാൽ പോരാ, ഈ ലഹുൽ മുൽക്ക് എന്തിലൊക്കെ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ വഇലൈഹിൽ മസീർ കണ്ടോ, ഓരോന്നും യുഹ്യി വയുമീത്. ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? മരണത്തിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രാജാക്കന്മാരെ പ്രജകൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നു, സൈന്യങ്ങൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നു, ആപ്പാനെ മക്കൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. അപ്പം ജീവിപ്പിക്കാൻ മരിപ്പിക്കുക എന്നുള്ള അധികാരം ആർക്ക് മാത്രം? ഇതൊക്കെ അല്ലേ പ്രധാനപ്പെട്ട അധികാരം. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ഈ തുച്ഛമായ അധികാരം എന്തധികാരം? ഒരു അധികാരങ്ങളൊന്നുമല്ല. അധികാരം എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതിനൊക്കെയുള്ള അധികാരം ഉണ്ടാവണം, അപ്പോഴേ ശരിക്കും അധികാരി എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്നും എന്തല്ല അവിടേക്കല്ല വരണത്. ഇനി ലോകത്ത് നമുക്ക് മനുഷ്യന്മാർക്ക് കിട്ടിയ അധികാരങ്ങളുണ്ട്, അതിൻ്റെ പരിമിതി എന്താണെന്നൊക്കെ പറയാൻ പോകണം ഇൻഷാ അല്ലാഹ്. ബാക്കി 17 111. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ വലം യക്കുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്കി, വലം യക്കുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്കി, അവൻ്റെ മുൽക്കിൽ ഒരു ശരീക്കില്ല. ശരീക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളി. മറ്റതൊക്കെ പങ്കാളി ഉണ്ട് അല്ലേ? ഇപ്പം നമ്മളെ രാജ്യം നിലക്കണമെങ്കിൽ ഇപ്പം എന്തിനാണ് ഇങ്ങനെ മോദി എല്ലാ രാജ്യത്തേക്കും പോയത്? ഓരോ രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും രാജാക്കന്മാരൊക്കെ വേറെ നാട്ടിലേക്ക് വരണം. എന്തിനാ വരണത്? കരാർ ഒപ്പിടാൻ. എന്താ കരാറ്? സാമ്പത്തിക വിഷയങ്ങളുണ്ട് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കണം, അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കണം. സൈന്യത്തിൻ്റെ വിഷയങ്ങളുണ്ട്, അതിർത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ പിന്നെ അണുബോംബ് ഉണ്ടാക്കാൻ പാടില്ല, മറ്റുള്ള അണുബോംബ് ഉണ്ടാക്കും, ഞങ്ങളടുത്ത് ഇത്ര ഉണ്ട്, നിങ്ങളടുത്ത് അത്ര ഉണ്ട്, അപ്പം അത്രേ പാടുള്ളൂ, ഇത്രേ പാടുള്ളൂ. കണ്ടോ, ഇതൊക്കെ ഏതൊരു അധികാരവും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാതെ ലോകത്ത് ഒരു അധികാരിക്കും അധികാരം പങ്കുവെക്കാൻ പറ്റില്ല. പങ്കുവെക്കാത്ത അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അള്ളാഹിൻ്റെ അധികാരം നോക്കി നിങ്ങൾ ലഹുൽ മുൽക്ക് വെറുതെ പറഞ്ഞതല്ല. അല്ലെങ്കിൽ യക്കുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവൻ്റെ മുൽക്കിൽ ഒരാൾക്കും ഒരു അധികാരവുമില്ല, അള്ളാഹു മാത്രം. പിന്നെ 22:56 ഇനി അള്ളാഹു അധികാരം കാട്ടുന്ന ദിവസം അൽ മുൽക്കു യൗമ ഇദിൻ ലില്ലാ, അൽ മുൽക്കു യൗമ ഇദിൻ ലില്ലാ യഹ്കുമു ബൈനഹും, നിങ്ങൾക്കിടയിൽ അള്ളാഹ് വിധി കൽപ്പിക്കുന്ന ദിവസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അവിടെ അധികാരം ആർക്ക് മാത്രം? വേറെ ആർക്കും ഒരു അധികാരമില്ല. അപ്പം നമ്മളെ നാട്ടിൽ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഷേഖിൻ്റെ മുരീദായാൽ മതി. ഏതെങ്കിലും ഷേഖിൻ്റെ മുരീദായാൽ നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നോമ്പിട്ടില്ലെങ്കിൽ വേണ്ടില്ല, മുരീദായാൽ ആ ഷേഖ് നോക്കിക്കോളും, ആ ഷേഖ് പറയും. ഉണ്ടല്ലോ, ഓരോന്നിലും നമ്മളെന്ത് ചെയ്ത് അധികാരങ്ങൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ അധികാരത്തെ മനുഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുത്തു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ മഹാന്മാരായ ഇവരൊന്നും അതിന് കുറ്റക്കാരല്ല കേട്ടോ. ഒരു മഹാന്മാരും അതിന് കുറ്റക്കാരല്ല. റിഫായി ഷെയ്ഖാകട്ടെ, മോദി ഷെയ്ഖാകട്ടെ, ആരാവട്ടെ, അവരൊക്കെ മഹാന്മാരാണ്. അവരൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച നല്ല നല്ല മനുഷ്യന്മാരാണ്. മോദി ഷെയ്ഖൊക്കെ തൗഹീദിന് വേണ്ടിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മനുഷ്യനാണ്. പക്ഷേ ഈ അധികാരമൊക്കെ ആർക്കേ ഉള്ളൂ? ജീവിപ്പിക്കണമെങ്കിൽ അള്ളാഹ് അധികാരപ്പെടണം, മരിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അധികാരം. കണ്ടോ, വേറെ ആർക്കും പങ്കില്ല. ഇതാണ് ശരി. പിന്നെ അപ്പൊ യഹ്കുമു ബൈ, അപ്പൊ അവിടെ നാളെ പരലോകത്ത് വിധി കൽപ്പിക്കുമ്പോൾ ആരെ വിധി മാത്രമേ ഉള്ളൂ? അള്ളാഹുവിൻ്റെ വിധി മാത്രമേ ഉള്ളൂ. ഇനി 24:42 വലില്ലാഹി മുൽക്കു സമാവാതി വൽ വഇലല്ലാഹിൽ മസീർ, നേരത്തെ പറഞ്ഞു തന്നെ. പിന്നെ 25:2 അല്ലദി ലഹു മുൽക്കു സമാവാതി വൽ അർദ് വലം യത്തഖിദ് വലദാ. 25:2 അതായത് അല്ലദി ലഹു മുൽക്കു സമാവാതി വൽ അർദ് വലം യത്തഖിദ് വലദാ, മക്കളില്ലാത്ത അധികാരം. മനസ്സിലായില്ലേ പറഞ്ഞേ? അധികാരം, വാപ്പാൻ്റെ അധികാരം മക്കൾക്ക്. രാജാവും മരിച്ചു, രാജാവിൻ്റെ മകൻ അടുത്ത പിന്നെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുകയാണ്, അല്ലെങ്കിൽ കിരീടാവകാശിയെ തിരഞ്ഞെടുക്കുകയാണ്, ഇങ്ങനെ വരികയാണ്. അള്ളാഹുവിൻ്റെ രാജാധികാരത്തിന് ആരില്ല? അള്ളാഹ്ക്കാരില്ല, മക്കളില്ല. വലം യത്തഖിദ് വലദ, മക്കളില്ല. അതുകൊണ്ട് ആ അധികാരം എന്താവൂല? മാറൂല, മാറ്റപ്പെടൂല. ഇത്ര കാലം എന്നുള്ളതില്ല. അള്ളാഹുവിൻ്റെ അധികാരം എന്നും അജയ്യമായി തുടരും.
കണ്ട, മക്കളില്ല എന്നാ പറയാം, വല്ലാത്തൊരു വാക്കാണത്. മക്കൾ വല മെത്തഹിത് വലതാ. മക്കളുണ്ടെങ്കിൽ എന്താവും? പാപ്പാക്ക് കുറച്ച് കാലം വയസ്സായാൽ പിന്നെ പാപ്പ കൊടുത്തില്ലെങ്കിലും പാപ്പാനെങ്ങനെയും തട്ടിയിട്ട് മകൻ അധികാരത്തിൽ വരും. അങ്ങനെയുള്ള രാജ്യത്ത് നടക്കണതൊക്കെ അങ്ങനെയാണ്. പല രാജ്യത്തും നടന്നത് അങ്ങനെയാണ്. രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി രാജാവായി ഭരണം നടത്തിയ പാപ്പാനെ ഈ രാജാവിനെ ഒരു ദിവസം കാണാനില്ലാതാകാണ്. പണ്ട് യൊമാനിലൊക്കെ നടന്ന സംഭവങ്ങൾ ഇപ്പോഴും എവിടെയെന്ന് അറിയില്ല. ഇപ്പോഴും മകൻ ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ രാജാവായ ഈ പിതാവ് മരിച്ചോ ജീവിച്ചോ എന്ന് വരെ അറിയില്ല. എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് വരെ അറിയില്ല. അതാണ് അധികാരങ്ങൾ. കണ്ടോ? അപ്പം അള്ളാഹു തആല മക്കളെ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു മക്കളെ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സന്താനങ്ങൾ ഉണ്ടെങ്കിൽ അധികാരം മാറും. അള്ളാഹിന് അധികാരം മാറൂല എന്നർത്ഥം. പിന്നെ 25-2 വലം യക്കുലഹു ശരീക്കും ഫിൽ മുൽക്കി നേരത്തെ പറഞ്ഞാണ്. ഇനി 25-26 അൽ മുൽക്കു യൗമ ഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ. അന്നേ ദിവസം പരമകാരുണികനായ അള്ളാഹ്ക്ക് മാത്രമാണ് അധികാരം. ഇനി പറഞ്ഞ ആയത്തുകൾ മറിക്കണം. 35-13 35 ഫാത്തിർ കണ്ടില്ല? 13 നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് പറ്റുമെങ്കിൽ കാണാ പഠിക്കണ്ട. ലഹുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം പറഞ്ഞ വാക്കെന്താ? ലഹുൽ മുൽക്ക് പറഞ്ഞിട്ട് അടുത്ത വാക്കെന്താ? ലഹുൽ മുൽക്ക് പറഞ്ഞിട്ട് ലാ ഇലാഹ. നോക്കി, അതാണ് പറയാൻ പോണത്. ശ്രദ്ധിക്കാം. ലഹുൽ ഈ നമ്മൾ പഠിച്ച ആയത്തിൽ ഒന്നുകൂടി ബോർഡിൽ ഒന്നുകൂടി നോക്കി. ലഹുൽ മുൽക്ക് പറഞ്ഞിട്ട് പറഞ്ഞ വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഇല്ലാഹു എന്ന് പറ. ഹു ആരാണ്? അള്ളാണ്. ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നർത്ഥം. അതിന് ആശയ പറയാൻ പോണം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നോക്കി. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. എന്താ അതിന്റെ ആയത്ത് ഷറഹ് നിങ്ങൾ പറയും. നിങ്ങൾ പഠിച്ച ആയത്ത് ഓതിയാൽ മതി. യുകവ്വിറുൽ ലൈല അലൻ നഹാരി വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. ഇനി ബാക്കി ഇതിലോക്കി ഓതി. വസഖറ ശംസ വൽ ഖമർ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മാ. കണ്ടില്ലേ? യാത്രയിൽ അവിടെയും പഠിച്ചത്. ഇനി ബാക്കി നിങ്ങളോട് ബോർഡുമലോക്കി ഓതി. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. അതുവരെ മതി. ദാലികുമുല്ലാഹു റബ്ബുക്കും. ഇനി ആയത്ത് നോക്കി. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ഇനി അടുത്ത എന്താ? ബോർഡിൽ നോക്കി വായിക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലാഹു ഇല്ലല്ലാഹ് അല്ലേ? എന്താണ്? ഇനി ഇതിൽ നോക്കി വായിക്കി. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. മനസ്സിലായില്ലേ പറഞ്ഞേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ദുആക്കർഹൻ അല്ലാതെ ഇല്ല. അതാണ് അത്. ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞില്ലേ? അതെന്താണ്? അതിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. ഇതാ വല്ലദീന ഒരു കൂട്ടർ തദ്ഊന അവർ ദുആ ചെയ്യും മിൻ ദൂനിഹി അല്ലാഹുവിന് പുറമെ. അള്ളാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്ന ആളുകൾ മാ യംലികൂന അവർ ഉടമപ്പെടുത്തിയിട്ടില്ല മിൻ കിത്മീർ ഒരു ഈത്തപ്പന കുരുവിൻ്റെ മുകളിലുള്ള പാട കിത്മീർ അതുപോലും ഉടമപ്പെടുത്തിയിട്ടില്ല. പിന്നെ ബാക്കി ഇൻ തദ്ഊഹും നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും നിങ്ങളെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമീഉ ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാലും മസ്തജാബു ലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകില്ല. വയൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും നിങ്ങൾ ചെയ്ത ഈ ഷിർക്കിനെ അവർ നിഷേധിക്കും. എന്താ ഷിർക്ക്? അല്ലാത്തവരോട് ദുആ ചെയ്യുക. അല്ലാത്തവരോട് ദുആ ചെയ്യലാണെന്ത്? ഷിർക്ക്. ഷിർക്ക് എന്താണെന്ന് കിട്ടി? ഈ ആയത്ത് കിട്ടി ഇതിലെ ആ ഷിർക്കിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിക മിസ്ലു ഖബീർ സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരാൻ വേറെ ആരാ ഉള്ളത്? അതാണ് അള്ളാഹ് ചോദിക്കണത്. വലാ യുനബ്ബിക മിസ്ലു ഖബീർ. ഇനി ഇതിന്റെ ബാക്കി ആയത്തുണ്ടല്ല
ഈ ആയത്തും ഇനി നമ്മൾ പഠിക്കാൻ പോണ ആയത്തും തമ്മിൽ ബന്ധമുണ്ട്. ഈ ആയത്തിൻ്റെ ബാക്കിയുള്ള ആയത്തില്ലേ, ഈ ആയത്തും സുമറിൽ ഇതിന് ശേഷം പഠിക്കാൻ പോണ ആയത്തും തമ്മിൽ ബന്ധമുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹി വല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്. ശരി, അടക്കട്ടെ. ഇനി അപ്പം ദാലികുമുല്ലാഹു റബ്ബുക്കും. ഇനി അടുത്തത് 38:10. അം ലഹും മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. അടുത്തത് 39:44. നമ്മൾ പഠിക്കാൻ പോണ ആയത്ത് 39:44. കുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ കുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കു സമാവാതി വൽ അർളി. ശഫാഅത്ത് ആർക്ക് മാത്രം? അല്ലാഹുവിന് മാത്രം അധികാരപ്പെട്ടതാണ്. കുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, മുഴുവൻ ശഫാഅത്തും ആർക്ക് മാത്രം? അല്ലാഹുക്ക് മാത്രം. പിന്നെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് എന്താണ്? അല്ലാഹ് പറയാണ്, റസൂലുള്ള സുജൂദിൽ കിടന്നിട്ട് വിചാരണക്കെടുക്കാൻ വേണ്ടി എല്ലാ അമ്പ്യാക്കന്മാരെടുക്കലും പോയിട്ട് അവരൊക്കെ വിസമ്മതിച്ചു. അവരെല്ലാവരും പറഞ്ഞു, ഇബ്രാഹിം നബി പറഞ്ഞു എനിക്കൊരു പേടിയുണ്ട്, ഞാൻ പണ്ട് വാപ്പാക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ട്, ദ്വാരക്കാൻ പാടില്ലായിരുന്നു. നൂഹ് നബി പറഞ്ഞു എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു, അത് രക്ഷപ്പെടുത്താൻ പാടില്ലായിരുന്നു. മൂസാ നബി പറഞ്ഞു ഞാൻ പണ്ടൊരാൾ അടിച്ച് കൊന്ന പ്രശ്നമുണ്ട്. ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ പറയാണ്. അവസാനം ആരടുത്ത് എത്താണ്? റസൂലുള്ളാഹിന്റെ അടുക്കലെത്തുക. റസൂലുള്ള എന്താ ചെയ്യണം? എന്നാൽ ഞാൻ പറയാമെന്നാണ് പറയണം. അല്ല, റസൂലുള്ള സുജൂദിൽ കിടക്കുക. സുജൂദിൽ കിടക്കുമ്പോൾ അല്ലാഹ് പറയാണെന്ത്? മുഹമ്മദേ, തല ഉയർത്തിക്കോ, ഷഫാഅത്തിനെ നീ ചോദിച്ചോ, ഞാൻ തരാം. കണ്ടാ, അല്ലാഹ് പറഞ്ഞിട്ടാണ് ചോദിക്കണത്. അപ്പൊ ആർക്കാ അധികാരം? എല്ലാ ഷഫാഅത്തിന് അധികാരം ആർക്കാണ്? അല്ലാഹ്ക്കാണ്. വേറെ ആർക്കെങ്കിലും ഉണ്ട്? റസൂലുള്ളാഹിക്ക് അല്ലാഹ് പറഞ്ഞിട്ട് അധികാരം ഷഫാഅത്ത് പറയാണ്. വേറെ ആർക്കെങ്കിലും ഷഫാഅത്ത് പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റൂല. പിന്നെ ശുപാർശ പറഞ്ഞു വരും. ആരൊക്കെ? ഖുർആന് വരും, നോമ്പ് വരും, ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ശുപാർശ പറഞ്ഞു വരും. അതെങ്ങനെ ശുപാർശ? നരകത്തിന് നമ്മളെ രക്ഷിക്കാനുള്ള ശുപാർശ അല്ല. ആ ശുപാർശ ഏതാണ്? ശുപാർശ? സാക്ഷ്യമാണ് ആ ശുപാർശ. മനസ്സിലായി പറഞ്ഞത്? ഈ സ്ഥലം ഷാഹിദി മഷ്ഹൂദ് എന്ന് പറഞ്ഞില്ലേ, സാക്ഷിയായിട്ട് വരും. ഈ ബിൽഡിങ്, ഈ കെട്ടിടം, ഈ ബെഞ്ചും ഡെസ്കും, നമ്മൾ പടച്ചോനെ നിന്റെ കലാമ് ഈ ബെഞ്ചിലിരുന്ന് ഡെസ്കിലിരുന്ന് പഠിച്ചിട്ടുണ്ട് ഇന്നാലിന്ന വ്യക്തി, നമുക്ക് സാക്ഷിയായിട്ട് പറയും. മനസ്സിലായില്ലേ? അതാണ് ആ ശുപാർശ. മനസ്സിലായിട്ട് പറഞ്ഞത്? ശരി. അപ്പൊ അള്ളാഹ്ക്ക് മാത്രം അധികാരപ്പെട്ടതാണ്. അപ്പൊ മുൽക്ക് എന്ന് പറഞ്ഞാൽ ഷഫാഅത്തിൽ പെട്ടു. ഇനി 40:16. ലിമനിൽ മുൽക്കുൽ യൗമ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അന്നത്തെ അധികാരം ആർക്ക് മാത്രം? വാഹിദും ഖഹാറുമായ അള്ളാഹ്ക്ക് മാത്രം. ഇനി 42:49, 43:85. തബാറക്കല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. അധികാരമുള്ളവനാണ് തബാറക്ക, ബർക്കത്ത് കൊടുക്കാൻ യോഗ്യൻ, അനുഗ്രഹ സമ്പൂർണ്ണൻ. പിന്നെ 45:27, 48:14. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. പൊറുക്കാൻ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. 57:2. ലഹു മുൽക്കു സമാവാതി വൽ അർളി യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനി 57:5. ലഹു മുൽക്കു സമാവാതി വൽ അർളി വഇലല്ലാഹി തുർജഉൽ ഉമൂർ. വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അല്ലാഹുവിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. അല്ലാഹുവിലേക്കാണ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. 64:1. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്. 46:1. 44:1. അല്ല 64:1. 64:1. ഇനി 67:1. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക. ഇനി അവസാനത്തത് 85:9. 85:9. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർള് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അതാണ് ലഹുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, തുർജഉൽ ഉമൂർ ഇലൈഹിൽ മസീർ, പിന്നെ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, പിന്നെ അതേപോലെ തന്നെ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൽക്കുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പറഞ്ഞതാണ്. ഇപ്പം എത്ര സ്ഥലമായി എണ്ണി നോക്കി? 27. ഇനി പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 3 സ്ഥലം എന്ന് പറഞ്ഞാൽ
നമ്മളൊരു പ്രാർത്ഥന പഠിക്കാൻ പോകണം. ആണ് അവസാനത്തേക്ക് വെച്ചത്. ശ്രദ്ധിക്കാം. പിന്നെ അള്ളാഹു നമുക്ക് ചെറുതായ കുറേ അധികാരങ്ങൾ തന്നിട്ടുണ്ട്. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ പറഞ്ഞ കാര്യം. ചെറിയതായി കുറേ അധികാരങ്ങൾ തന്നിട്ടുണ്ട് പഠിച്ചോ. കും 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 കും. പോകാൻ പറഞ്ഞിട്ടില്ല. ജലിസ്. അപ്പോ ഇനി പിന്നെ ഇവിടെ ശ്രദ്ധിക്കാം. വളരെ വാങ്ങിക്കൊടുക്കാനായ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന ഈ മുൽക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അള്ളാഹു വേഗം പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതായത് ശ്രദ്ധിക്കേണ്ട വിഷയം, ഓരോ ചെറിയ ചെറിയ മുൽക്കുകൾ അള്ളാഹു നമുക്കൊക്കെ തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഒരു കുടുംബനാഥൻ ഒരു മുൽക്കാണ്, റബ്ബ് തന്ന ഒരു അധികാരമാണ്. ഒരു കുടുംബനാഥ, ഒരു വീടിൻ്റെ ഭരണാധികാരി, മനസ്സിലാണ്ട് പറഞ്ഞ ഒരു വീടിൻ്റെ ഭരണാധികാരി, ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ. ഇനി അതൊക്കെ പോയി ചിലപ്പോൾ നമ്മളൊരു വാർഡ് മെമ്പറാവും, ഒരു മുനിസിപ്പാലിറ്റി മെമ്പറാവും, ഒരു പഞ്ചായത്ത് മെമ്പറാവും, അല്ലെങ്കിൽ ഒരു ദഅവാ സമിതിയുടെ ചെയർമാനോ കൺവീനറോ ഏതെങ്കിലും ഒരു മെമ്പർ നമ്മളാകും. ഇതൊക്കെ അള്ളാഹു തന്നിട്ടുള്ള ചെറിയ ചെറിയ മുൽക്കാണ്. ഇവിടെ അതിനോട് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നന്നായി റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതിന് സഹായകരമാകാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന പഠിക്കാൻ പോണേ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കുടുംബത്തിൻ്റെ നാഥനായി അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് മക്കളുണ്ടാകണം. എന്നിട്ട് ആ ഒരു അധികാരം ശരിയായ വിധത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിനോട് നമ്മൾ നീതി പുലർത്തിയിട്ടില്ല. ഒരു വീട്ടിലേക്ക് മണവാട്ടിയായി കയറി ചെല്ലുന്ന ഒരു പെണ്ണ് ആ വീടിൻ്റെ ഭരണാധികാരിയാണ്. ആ കുടുംബത്തെ, ആ പെണ്ണിന് ജനിക്കുന്ന മക്കളെ, ആ കുടുംബത്തിലെ മറ്റംഗങ്ങളെ, ആ വീടിന് ഭർത്താവ് അടക്കതിൽ പെടും. ഒരു പെണ്ണ് നന്നായി പരിപാലിക്കാൻ, ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആ പെണ്ണിന് സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ഒരു ക്ഷണം, ആ ക്ഷണിക്കുന്ന കാര്യത്തിന് സഹായകരമാകാൻ നമ്മൾ ഒരു ചെറിയ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട്, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ ഒരു ചെറിയ കൊച്ചു സംഘം നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ, സത്യസന്ധമായി നിർവഹിച്ചിട്ടില്ല എങ്കിൽ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. നമ്മളെ ഒരു കൺവീനറായി, ചെയർമാനായി തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അലസനായി, മടിയനായി, നമ്മളെ അലസതയും മടിയും ഈ രംഗത്തേക്ക് കടന്നു വന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രയാസം നമ്മളെ വല്ലാതെ ബാധിക്കും. അതേ സമയത്ത് അവിടെ നമുക്ക് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാലോ വളരെ വലിയ തൗഫീഖായിരിക്കും ഉണ്ടാവുക, വളരെ വലിയ തൗഫീഖായിരിക്കും ഉണ്ടാവുക. മനസ്സിലാണല്ലോ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ നമുക്ക് നമ്മുടെ സൃഷ്ടിപരമായ സഹജമായ നമ്മുടെ കുറവുകൾ കൊണ്ടുവരുന്ന വീഴ്ചകൾ അള്ളാഹുത്തല പരിഹരിക്കണം. നമുക്ക് ആ കാര്യം നല്ല ഉഷാറായിട്ടൊരു കുടുംബനാഥൻ നിലയ്ക്ക് നമുക്ക് ആ ദൗത്യം നിർവഹിക്കാൻ സാധിക്കണം. മറ്റേതൊക്കെ അള്ളാഹ് തന്ന അധികാരം നിർവഹിക്കാൻ സാധിക്കും. അതിനെന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം നമ്മൾ എത്ര ഒരുങ്ങി പുറപ്പെട്ടാലും പറ്റൂല. അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പം സൂറത്ത് ആലു ഇമ്രാനിലെ 26-ാമത്തെ ആയത്ത് മറിക്കെല്ലാവരും. ആലു ഇമ്രാൻ 3-ാമത്തെ സൂറത്ത്. ഇരുപത്തിയാറ്. ആ 26. കണ്ട? എല്ലാവരും കണ്ടോ? എന്ന് ഞാൻ പറയാം, അതൊന്ന് വായിച്ചേരാം, ശ്രദ്ധിക്കാം, നോക്കുക. കുൽ നബിയെ പറയുക. കണ്ടില്ലേ? എല്ലാവരും കണ്ടിട്ടേ പറയുള്ളൂ. കണ്ടോ? കാണണം. അതാണ് നമ്മളെ ക്ലാസ്സിന് പ്രത്യേകത, കണ്ണുകൊണ്ട് കാണണം. ആലി ഇമ്രാൻ കണ്ടില്ലേ?
26-ാമത്തെ ആയത്ത് കാണാത്തവരുണ്ടെങ്കിൽ 26 കണ്ടില്ലേ? ആലു ഇമ്രാൻ അൽബക്കറ കഴിഞ്ഞാൽ അൽബക്കറിന് കഴിഞ്ഞിട്ട് ആലിമ്രാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ 26-ാമത്തെ ആയത്ത് 2 പേജിന് മറിച്ചാൽ മതി. കണ്ടില്ലേ? അപ്പം കുൽ നബിയെ പറയുക. ഇങ്ങനെയുള്ള ആയത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. അള്ളാഹു റസൂലിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രാർത്ഥന തുടങ്ങാണ്. അല്ലാഹുമ്മ എന്ന് പറയുന്ന പ്രാർത്ഥന തുടങ്ങുക അല്ലേ? ഇതാ തുടങ്ങുകയാണ്. കുൽ നബിയെ പറയുക. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ മുതലാണ്. നബിയെ പ്രാർത്ഥിക്കുക, നബിക്ക് പഠിപ്പിക്കണം. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുളില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന മനസ്സിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് കാണാതെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ നിത്യജീവിതത്തിൻ്റെ എന്നും ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാക്കി മാറ്റുക. നമുക്ക് അള്ളാഹു തആല എന്ത് തരും എന്നറിയോ? എല്ലാ നിലക്കുമുള്ള. അപ്പോൾ നമ്മളൊരു ഒന്നും വേണ്ട, ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ മുദീറാണ് നമ്മൾ. അത് ഒരു കമ്പനീൻ്റെ മാനേജറാണ്, മുദീറാണ്. ആ കമ്പനി നല്ല നിലക്ക് നടക്കണമെങ്കിൽ എന്ത് വേണം? അത് നന്നായി ശ്രദ്ധിച്ച് ആ മുദീറിന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം സത്യസന്ധമായി നിർവഹിക്കണം. അത് നിർവഹിക്കാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ നമുക്ക് ആരെ സഹായം കിട്ടണം? അള്ളാഹിൻ്റെ സഹായം. ആ സഹായം കിട്ടാനാണ് ഈ പ്രാർത്ഥന. മനസ്സിലാണല്ലോ പറഞ്ഞത്? ചെറുതും വലുതുമായി അല്ലാഹു തആല നമുക്ക് തന്ന ചെറിയ ചെറിയ അധികാരങ്ങൾ. ഇത് ഏതൊരു രാജാവും ഇപ്പോൾ ഒരു മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാണ് ഈ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കേണ്ടത്. സത്യപ്രതിജ്ഞ ചെയ്യും. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പ്രതിജ്ഞ ചെയ്യേണ്ടത്. ഒരു വാർഡ് മെമ്പറായിട്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട്, MLA ആയിട്ട്, മന്ത്രിയായിട്ട് ഒക്കെ ഉണ്ടോ? ഒരു പ്രതിജ്ഞാവാചകമാണിത്. റബ്ബിനോടുള്ള സഹായത്തെട്ടാണ്. ശരി, ഇപ്പോൾ പഠിക്കാൻ പോവാണ് നമ്മൾ കേട്ടോ. ഖുർആൻ കണ്ടില്ല നിങ്ങൾ? ഖുർആൻ നോക്കിയാൽ മതി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. ഒന്നും കൂടി കാണാതെ. തുഅത്തിൽ മുൽക മൻ തശാ, തുഅത്തിൽ മുൽക മൻ തശാ, തുഅത്തിൽ മുൽക മൻ തശാ, തുഅത്തിൽ മുൽക മൻ തശാ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅത്തിൽ മുൽക മൻ തശാ. ഒന്നും കൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅത്തിൽ മുൽക മൻ തശാ. ഒന്നും കൂടി. ഒന്നും കൂടി. കാണാതെ. ഒന്നും കൂടി. ഒന്നും കൂടി. ഒന്നും കൂടി. ഒന്നും കൂടി. കാണാതെ. ഒന്നും കൂടി. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, വതൻസിഉൽ മുൽക മിമ്മൻ തശാ, വതൻസിഉൽ മുൽക മിമ്മൻ തശാ, വതൻസിഉൽ മുൽക മിമ്മൻ തശാ, വതൻസിഉൽ മുൽക മിമ്മൻ തശാ. നോക്കട്ടെ. വതൻസിഉൽ മുൽക കാണാതെ. വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഒന്നും കൂടി. ഒന്നും കൂടി. തലക്കത് അല്ലാഹുമ്മ
അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഒന്നുകൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഒന്നുകൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഒന്നുകൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് ഒന്നുകൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് കുൽ അവിടെ പറയണ്ട. കുൽ നമ്മൾ ആയത്തല്ല പഠിക്കണം. ആയത്ത് പഠിക്കുമ്പോൾ കുൽ പഠിക്കണം. ഇവിടെ നമ്മൾ പ്രാർത്ഥന പഠിക്കുകയാണ്. പ്രാർത്ഥന എവിടുന്നാ തുടങ്ങണത്? അല്ലാഹുമ്മ, അവിടുന്നാണ്. ഒന്നും കൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഒന്നും കൂടി. ഒന്നും കൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഒന്നും കൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഖുർആൻ നോക്കിയിട്ട് പറയട്ടെ. ഒന്നും കൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക ഒന്നും കൂടി. ഒന്നും കൂടി. വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. 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 ഒന്നും കൂടി. ഒന്നും കൂടി. ഒന്നും കൂടി. ഒന്നും കൂടി. കാണാതെ. ഒന്നും കൂടി. വതുഇസ്സു മൻ തശാഉ. ഒന്നും കൂടി. അല്ലാഹുമ്മ അവിടുന്ന്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. ഒന്നും കൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. ബിയദിക്കൽ ഖൈർ ബിയദിക്കൽ ഖൈർ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബിയദിക്കൽ ഖൈർ. ഒന്നും കൂടി. ബിയദിക്കൽ ഖൈർ. കാണാതെ. ബിയദിക്കൽ ഖൈർ. തലക്കന്ന്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ. ഇപ്പം ഹൃദയത്തിനും നാവിനും ഏറെ ഈ വാക്കുകൾ പരിചയപ്പെട്ടു, പരിചിതമായി.
ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇരുന്നിട്ട് ഒരേ പദങ്ങൾ വരുമ്പോൾ തൻസീഉം മന്നാണോ മിമ്മനാണോ എന്നൊക്കെ സംശയം വരും. അപ്പോൾ അതങ്ങനെ കാണാൻ പഠിക്കുമ്പോൾ ഓർഡറായിട്ടുണ്ട് വരും. അർത്ഥം ഞാൻ ഒന്ന് പറയാൻ ശ്രദ്ധിക്കാം. അല്ലാഹുവേ മാലിക്കൽ മുൽക്ക്, ആധിപത്യത്തിൻ്റെ അധികാരത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, അധികാരങ്ങളുടെ ഉടമസ്ഥനായ, ചെറിയ ചെറിയ അധികാരങ്ങളാണ് അള്ളാഹ് നമുക്ക് തന്നത്. എല്ലാ അധികാരത്തിൻ്റെ ഉടമസ്ഥനാരാണ്? അള്ളാഹുവാണ്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അധികാരങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക്ക, നീ അധികാരങ്ങൾ നൽകുന്നു, മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക്, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരങ്ങൾ നൽകുന്നു. വ തൻസിഉൽ മുൽക്ക, നീ അധികാരങ്ങൾ എടുത്തു മാറ്റുന്നു, മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അള്ളാഹു അധികാരം എടുത്തു മാറ്റുന്ന സ്ഥാനഭ്രംശം സംഭവിച്ചെന്ന് മാത്രമല്ല, മരിച്ചു പോലെ അതിൽപ്പെട്ട കാര്യമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതിൻ്റെ അത് മനസ്സിലാക്കണം. അതിൻ്റെ അടുത്ത ആയത്ത് ഓതി നോക്കി, അത് മനസ്സിലാക്കണം. അതിൻ്റെ അടുത്ത ആയത്ത് ഓതിയാൽ കിട്ടും. തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാ ബിഗൈരി ഹിസാബ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പം നമ്മൾ വാപ്പാന്നുള്ള അധികാരം അവസാനിപ്പിച്ച് പഠിച്ചോ നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. ഉമ്മ എന്ന അധികാരം അവസാനിപ്പിച്ച് പഠിച്ചോ നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. പഠിച്ചോനെ എത്ര നിർവഹിച്ചെന്ന് അറിയില്ല. ഇപ്പം ഇന്നലെ എൻ്റെ വീട്ടിനെ തൊട്ട് ബാക്കിൽ അയൽവാസിയാണ്, മാത്രമല്ല എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ ഭാര്യ, അമ്മാവൻ്റെ മകൻ്റെ ഭാര്യ, 3 ആൺകുട്ടികളാണ്. മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു മൂത്ര സംബന്ധമായൊരു ഓപ്പറേഷൻ, ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസം മുമ്പ് അഡ്മിറ്റ് ആയിരുന്നു. ഇന്നലെ ഞാൻ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് വീട്ടിലിരുന്ന് ഖുത്തുബക്ക്, വെള്ളിയാഴ്ച ഖുത്തുബക്കുള്ള നോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മരണവാർത്ത വരുന്നത്. ആകെ 35-36 വയസ്സായിട്ടുള്ളൂ. ചെറിയൊരു ഓപ്പറേഷൻ, അത് കഴിഞ്ഞ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ തന്നെ ഉള്ളത്. അവിടുന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, രാത്രി അറ്റാക്കായിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വിവരം വരുന്നത്. ആ മയ്യത്ത് കൊണ്ടുങ്ങളെന്ന് ആലോചിക്കണം. ആ മയ്യത്ത് കൊണ്ടുവന്ന് 2 മക്കളാണ്, 3 ആൺകുട്ടികളാണ്, 3 മക്കളാണ്. ഒരാൾ ഗൾഫിലാണ്, ഒരാൾ നാട്ടിൽ ജോലിക്ക് പോകുന്നത്. പിന്നെ ചെറിയൊരു മകനുണ്ട്, ഒരു 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ഇന്നലെ അവിടെ ആ കസാര പിടിച്ചിരുന്നുണ്ട്, ബെഞ്ച് പിടിച്ചിരുന്നുണ്ട്, അങ്ങനെ കരയുന്നുണ്ട്, കൂട്ടുകൂടെ ഇങ്ങനെ കരഞ്ഞിങ്ങനെ നടക്കുക, എല്ലാ പണി എടുക്കുന്നുണ്ട്. ആ ഒരു കുട്ടിൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച്, ഒരു കുടുംബം, പിന്നെ ബാപ്പ ഗൾഫിലായിരുന്നു, കുറേ കാലം ഗൾഫിൽ നിന്ന് വന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലൊരു കടയൊക്കെ തുടങ്ങി, പിന്നെ അങ്ങനെ സെറ്റിലായിട്ട് വരികയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഒരു ജീവിതം, കുറേ കാലത്തെ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലായിട്ട് ഇന്ന് തുടങ്ങി വരിക. ആ സമയത്താണ് ഭാര്യ മരണപ്പെടുന്നത്. ഒരു കുടുംബത്തിൻ്റെ നാഥയാണ് പോണത്. അങ്ങനെ മയ്യത്ത് ഇന്നലെ കബറടക്കി തസ്ബീത്തൊക്കെ, മയ്യത്ത് കബറടക്കുമ്പം ഈ കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. അവിടെ കബറിലേക്ക് മയ്യത്ത് ഇറക്കി വെച്ച്, പിന്നെ ആ മൂടുകല്ല് വെക്കണം. ആ കുട്ടീൻ്റെ അമ്മാനുള്ള, ഞാൻ ആ കുട്ടികൾ എടുത്ത് നിൽക്കുന്നത്, ഞാൻ ആ കുട്ടീൻ്റെ മുഖഭാവം ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചു. ആ കല്ലിങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി മണ്ണ് വാരിയിടുകയാണ് ഉമ്മാൻ്റെ മയ്യത്തിൻ്റെ മേലേക്ക്. കല്ല് അങ്ങോട്ട് കബറിന് മണ്ണ് വാരിയിട്ട് കുട്ടി ഇങ്ങനെ നോക്കുകയാണ്. വളരെ എന്തോ ഒരു ഭയങ്കര ഒരു വിഷമത്തോടു കൂടി, കാരണം മണ്ണാണ് വാരിയിടണേ. അങ്ങനെ അവസാനം എല്ലാവരും വാരിയിട്ടപ്പോൾ പിന്നെ അവരും ഒരു മണ്ണ് വാരിയിട്ട് കബറിൻ്റെ മേലെ ഇടുകയാണ്. തസ്ബീത്തൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്നതിന് ശേഷം അവിടെ ഇങ്ങനെ നിൽക്കുക കബറിങ്ങല. ആ കുട്ടി ഉമ്മാൻ്റെ കബറിൽ നിൽക്കുന്നത് പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ആ കുട്ടീനെ. ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി, ഒരു കുടുംബം ആ തലേ ദിവസം വരെ. അപ്പോൾ നമുക്കൊക്കെ അള്ളാഹ് തന്നൊരു അധികാരം, ഒരു സ്ഥാനമുണ്ട് ഇവിടെ. ഇത് വിട്ട് നമ്മൾ പോകുമ്പോൾ ആ സ്ഥാനത്തിനോട് നമ്മൾ എത്ര കൂറ് പുലർത്തി, ആ ചോദ്യമാണ് നമ്മളോട് ഉണ്ടാകുക. അപ്പോൾ അത് സത്യസന്ധമായി നിർവഹിക്കണമെങ്കിൽ അള്ളാഹു അവൻ്റെ അധികാരത്തിൽ നിന്ന്, അള്ളാഹ് അവൻ്റെ റൂഹിന് നമുക്ക് റൂഹിനെ തന്നു. അതാണ് നമ്മൾ പഠിച്ചത് ഉമ്മാൻ്റെ ഉദരത്തിൽ. ഇനി അള്ളാഹു അവൻ്റെ അധികാരത്തിൽ ചില അധികാരങ്ങൾ നമുക്കൊക്കെ തന്നിട്ട് ആ അധികാരങ്ങൾ വിട്ടൊഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോകണ്ടേ, മരിച്ചു പോകണ്ടേ? ആ സമയത്ത് എന്തായിരിക്കും നമ്മളെ അവസ്ഥ? എത്ര നമുക്ക് സത്യസന്ധമായി നിർവഹിക്കാൻ കഴിയും? അപ്പോൾ അതിനുവേണ്ടി പടച്ചവൻ്റെ സഹായം കിട്ടാനാണ് ഈ പ്രാർത്ഥന. ശരി. അപ്പോൾ തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആ അധികാരമൊക്കെ എടുത്തു മാറ്റുക. കേട്ടോ, ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ള. ആ വീടുണ്ടാക്കി വീട്ടിൽ താമസിക്കണം, തലേന്ന് മരിച്ചു പോവുകയാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ വീട് വിട്ട് പോവുകയാണ്. ആ വീടിൻ്റെ കുടുംബനാഥനാണ് പോണത്. അയാളുണ്ടാക്കിയ വീടാണ്, അയാളുണ്ടാക്കിയ സമ്പത്താണ്, അയാളുണ്ടാക്കിയ കച്ചവട സ്ഥാപനമാണ്. അത് ഉപേക്ഷിച്ചിട്ട് പോവല്ലേ? തൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം കൊടുക്കും. വതുളില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ മാനം കെടുത്തും. നമുക്ക് എന്താ കിട്ടണത്? പടച്ചവൻ്റെ മാനം കിട്ടണം. നമുക്ക് മാനം കെടരുത്.
തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ. ഇവിടെ ജീവിക്കുന്ന ആൾ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് പ്രതാപം കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് അവനെ അപമാനിതനാക്കി മാറ്റും. പടച്ചോനെ ബിയദിക്കൽ ഖൈർ. നോക്കിങ്ങൾ, ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് പടച്ചോനെ ഖൈർ. ആ ഖൈർ എനിക്ക് കൊണ്ട പടച്ചോനെ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഖൈർ കൊണ്ട പടച്ചോനെ. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് ഖൈർ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ, നീയാണ് പടച്ചോനെ. ആ ഖൈർ കൊണ്ട പടച്ചോനെ. അപ്പോൾ വളരെ അർത്ഥവത്തായ റസൂലുള്ളാക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അത് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കാനാണ്. അപ്പോൾ ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇനി ഒരു 2 മിനിറ്റ് സമയം ഒറ്റക്കൊന്ന് 2 മിനിറ്റ് ഒറ്റക്കൊന്ന് മനസ്സിൽ ശബ്ദം പുറത്തു തരണ്ട. കാണാതെ ഓതി നോക്കണം. കാണാതെ ഓതി നോക്കിയിട്ട് കിട്ടാത്ത ഖുർആൻ നോക്കുക, ഇവിടെ അവിടെ ക്ലിയർ ചെയ്യാം. കുറേശ്ശെ അല്ലാഹു മാലിക്കൽ മുൽക്ക് കാണാൻ പറഞ്ഞു നോക്കുക, അടുത്ത് കൂട്ടി പറയാം, അത് കാണാൻ പറഞ്ഞു നോക്കുക. അങ്ങനെ ഇന്ന് മഗ്‌രിബ് മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങണം. ഇനി ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടി. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി. ഇൻഷാ അല്ലാഹ് അത് കുറച്ചൊരു സുദീർഘമായ പ്രാർത്ഥന, അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും. പിന്നെ തുഇസ്സു തുദിൽ ഒരേ പദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ഒരു ആശയക്കുഴപ്പത്തിന് പറ്റി. അതും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് മറക്കാതെ നിലനിർത്താൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണത്. പിന്നെ ഏതൊരു പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ ഒരു വശ്യത ഉണ്ട്. ആ പദങ്ങൾ നോക്കുമ്പോഴും അതിൻ്റെ പ്രാസം പോലും അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു തുറവി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും. ഇനി നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരോടും എനിക്ക് സൂചിപ്പിക്കാണ്ട്, അതായത് കഴിഞ്ഞ
പിന്നെ നമ്മുടെ ദേവാ സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ എറണാകുളത്ത് നടന്ന പ്രോഫ്കോണ് നമ്മൾ ഇവിടുന്ന് 5 ബസ്സെങ്ങാനും ചെന്നൈ കേന്ദ്രീകരിച്ച് പോവുകയും അതിൽ പിന്നെ ഒരുപാട് ആ 5 ബസ്സിൽ പോയ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുകയും രക്ഷിതാക്കൾക്ക് ഏറെ സന്തോഷകരമായ അവസ്ഥ ഉണ്ടായി, നല്ല ഒരു പ്രതിഫലനം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കുട്ടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പോൾ നമുക്കത് അതിനേക്കാൾ ഒരു വലിയ സമ്പത്ത് ഇനി ലോകത്ത് നമുക്ക് വേറെ കിട്ടാനില്ല. എന്താ അതുകൊണ്ട് കിട്ടിയ നിങ്ങൾക്ക്? അതിനുവേണ്ടി പരിശ്രമിച്ചവർ, അതിനുവേണ്ടി ഒരു ഉറുപ്പ്യ കൊടുത്തവർ, അതിനുവേണ്ടി സഹായിച്ചവർ എല്ലാവർക്കും റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഈ ലോകവും അതിലുള്ള എല്ലാ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ അപ്പുറം എന്നാണ്. ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലി കിട്ടിയാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ അത്രയും വലിയൊരു ദൗത്യമാണ് നമ്മൾ അവിടെ ഒരു മറ്റ് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, മറ്റുള്ള വിഷയങ്ങളൊക്കെ വിടുക. ഇതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ നടക്കുന്ന എന്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ കുട്ടികളെ ഒരു തൊഴിലധിഷ്ഠിതമായി തൊഴിൽ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുപോയി ചേർത്തുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? കുട്ടികളെ വിടുക, ആൺകുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികളെ മാനേജ്മെൻറ്റ്, കുട്ടികളെ കൊലപാതകങ്ങൾ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? വെറും പ്രിൻസിപ്പാൾമാർക്ക് കോളേജ് യന്ത്രിക്കാൻ നേരെ ഒരു കോടതിയിൽ പോയിട്ട് പ്രിൻസിപ്പൽ നേരിട്ട് ഹാജരാകണമെന്ന് സുപ്രീം കോടതി, ഹൈക്കോടതി ഒക്കെ നമ്മൾ പേപ്പറിൽ വായിക്കുന്നത്. എവിടെയും പ്രശ്നങ്ങളാണ്. പിന്നെ സദാചാര രംഗത്തുള്ള ഏറ്റവും മോശപ്പെട്ട, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഒരു നാഷണൽ IT കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന് നിങ്ങൾ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ക്യാമ്പസിൻ്റെ കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ ഒരു നാഷണൽ NIT സ്ഥാപനത്തിൻ്റെ പരിസരത്ത് നിന്ന് ചാക്ക് കണക്കിന് ഉപയോഗിച്ച ഗർഭനിരോധന ഉറകൾ ചാക്ക് കണക്കിന് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഹോസ്റ്റലിൻ്റെ പരിസരത്തും കോളേജിൻ്റെ പരിസരത്തും ചാക്ക് കണക്കിന്. ഇത് വെറുതെ ഉണ്ടാക്കി പർവ്വതീകരിച്ച് പറഞ്ഞ സംഗതിയല്ല. ഉഭയകക്ഷി ബന്ധത്തോടു കൂടി നടക്കുന്ന എത്രയെത്ര പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ. ഇതിൽ നിന്നൊക്കെ കുട്ടികളെ നമ്മൾ 2 ദിവസം കൊടുക്കുന്നത് പടച്ചവനെ പറ്റി പരലോകത്തെപ്പറ്റി മാത്രം ഏറെ മലിനമായൊരു അന്തരീക്ഷമാണ്. ഞാൻ പറഞ്ഞാൽ അത് ഒടുക്കെത്തൂല. അതിനേക്കാൾ അപ്പുറമാണ് കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ കുട്ടികളെ കാര്യത്തിലൊക്കെ നമുക്ക് ബേജാറുണ്ട്, എല്ലാവർക്കും ബേജാറുണ്ട്. ഒരു യൗവനം കഴിഞ്ഞാൽ യൗവനത്തിലേക്ക് കടക്കും. ഒരു തൊഴിലേക്ക് നമ്മളെ കുട്ടികൾ ആഗ്രഹിച്ചൊരു തൊഴിലേക്ക് നമ്മൾ കടക്കും. ആ തൊഴിലിൽ കിട്ടുന്ന ആവശ്യമായ ഒരു കോഴ്സാണ് നമ്മളെ കുട്ടിക്ക് തിരഞ്ഞെടുത്ത് കൊടുത്തത്. വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് അവിടെ. അപ്പോൾ പക്ഷെ അവിടെ നമ്മൾ ഏത് ജോലിയൊക്കെ കുട്ടികൾ നീതി ചെയ്യണം, നന്മ ചെയ്യണം, സത്യസന്ധമായിട്ടായിരിക്കണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ പരലോകത്തെക്കുറിച്ച് അള്ളാഹിനെക്കുറിച്ചൊക്കെ ബോധം വേണ്ടേ? അതാണ് ഇന്നത്തെ നമ്മളെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളെ ക്യാമ്പസിൻ്റെ ക്യാമ്പസും കിട്ടുന്നത് അതാണ്. അല്ല, അപ്പോൾ ഈ കുട്ടികൾ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ നമുക്ക് അവരെ 2 ദിവസം അവർ പൂർണ്ണമായിട്ടും 2 ദിവസം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അള്ളാഹിനെ പറ്റിയും പരലോകത്തെപ്പറ്റിയും മാത്രം കേൾക്കുകയാണ്. അവർ കൃത്യമായി 5 നേരം ജമാഅത്തായി നിസ്കരിക്കുകയാണ്, രാത്രി നിസ്കരിക്കാൻ അവരെ പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ 2 ദിവസം ഈ മലിനമായ അന്തരീക്ഷത്തിൽ നിന്ന് അവർ മാറിയിരിക്കാൻ കിട്ടുന്നൊരവസരമല്ലേ? ഒരു വെള്ളി വെളിച്ചാണ്, ഒരു കൈത്തിരി. അപ്പോൾ അങ്ങനെ ഈ ഒരു തീക്കട്ടമൽ പിടിക്കുന്ന പോലുള്ള ജീവിതമുള്ള ഈ ലോകത്ത് എങ്ങനെയെങ്കിലും നമ്മളെ മക്കളുണ്ടാകും, നമ്മളെ 5ൻ്റെ മക്കൾ 8ൻ്റെ മക്കളുണ്ടാവും, എളാപ്പ മുത്താപ്പ മക്കളുണ്ടാവും, അയൽവാസികളുണ്ടാവും, നമ്മൾ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഈ സ്ഥാപനങ്ങളൊക്കെ. അവരൊക്കെ ഫോൺ നമ്പർ ഈ കുട്ടിക്കൊന്ന് കൊടുത്താൽ മതി. അവർ വിളിച്ച് കൂട്ടി അതിനൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന നല്ല ഈമാള് ചെറുപ്പക്കാർ കുട്ടികളുണ്ട്, വിദ്യാർത്ഥികൾ തന്നെ. അപ്പോൾ നമ്മൾ അവർക്കൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്, ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നന്മയുടെ ഭാഗത്ത് നാളെ പഠിച്ചോ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊന്നും മറുപടി പറയേണ്ടാകാം. വേറെ നന്മൻ്റെ ഭാഗത്തൊരു സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തുണ്ടാണ്. കഴിഞ്ഞ വർഷം 5 ബസ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 6 ബസ് പോകേണ്ട ഒരു അവസ്ഥ വേണം. നമ്മൾ വേറെ സംഘടനാപരമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇതൊരു നമുക്ക് കിട്ടുന്നൊരവസരം. കാരണം ഇത്രയും ഒരു പ്രൊഫഷണൽ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് അവർക്ക് ദീന് പഠിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം അവിടെ അതുകൊണ്ടൊരു മാറ്റവും ഇല്ലാന്ന് ഒരിക്കലും നമ്മൾ പറയും. എനിക്ക് കഴിഞ്ഞ വർഷം എറണാകുളത്ത് എൻ്റെ സ്പീച്ച് ഒരു അമുസ്ലിം കുട്ടികൾ മാത്രമുള്ള ഒരു അൽഫിത്ര അങ്ങനത്തെ പറഞ്ഞ ഒരു ഹാളിലായിരുന്നു എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. അമുസ്ലിം കുട്ടികൾ മാത്രം, 100 കുട്ടികൾ അമുസ്ലിം കുട്ടികൾ മാത്രമുള്ളവർ. അവിടെ എനിക്ക് തന്ന വിഷയം ഇസ്ലാമിലെ മാതാപിതാക്കൾ ആരാന്നാണ്. ഒരു മുസ്ലിം കുട്ടികൾ ക്ലാസ് എടുക്കുകയാണ്. ഒരു മുസ്ലിമായ വാപ്പയും ഉമ്മയും അതിൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് 40 മിനിറ്റ് സമയമാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് ഇസ്ലാമിലെ വാപ്പാരാണ് ഉമ്മാരാണ് എന്ന ക്ലാസ് എടുത്തു. കാരണം അവസാനം നമ്മൾ ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുക്കും, അവർ ഇങ്ങോട്ട് വിളിക്കാനൊക്കെ പറയും. എന്നിട്ട് ഇതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു മാതാവ് വിളിച്ചിട്ട് പറഞ്ഞുതരാം. ഈ കുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയ വാക്ക് ഉമ്മ എന്തെങ്കിലും പറയുമ്പോൾ ഉമ്മാനോട് കയർത്ത് സംസാരിച്ച മകള് ഞാൻ പറഞ്ഞു പോയ വാക്ക് നിസ്കരിക്കും മോളെ എന്ന് പറഞ്ഞാൽ ഒരു 10 വട്ടം പറഞ്ഞ് നിസ്കരിക്കണമെങ്കിൽ ആ ഒരു പടച്ചോൻ്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് ഒരു ചിന്ത അങ്ങനെ വിളിച്ചിട്ട് മുസ്ലിമായ കുട്ടികൾ വരെ വീട്ടിൽ ചെന്നിട്ട് അമ്മയെ കൊണ്ട് പൊരുത്തപ്പെടുമെങ്കിൽ മാപ്പ് തരണം
എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ, വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞ അനുഭവം കെട്ടിപ്പിടിച്ചിട്ട്. ഇതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളെ കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങൾ, മുസ്ലിം കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങൾ. പരീക്ഷയ്ക്ക് പോകുമ്പം, പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉമ്മനോട് ഉപ്പനോട് പ്രാർത്ഥിക്കാൻ പറയാനും. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഫോൺ ചെയ്തിട്ട് വാപ്പാക്കും ഉമ്മാക്കും ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ ഫോൺ ചെയ്യും, ഓള് വിളിക്കണില്ല, ഓൻ വിളിക്കണില്ല. കാരണം വിളിക്കായല്ല, ഒരു വേറെ വിളിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ വിളിക്കും. ഓർക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും വിളിക്കുന്നുണ്ട്, മണിക്കൂറുകളോളം വിളിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന കാശൊക്കെ അവിടെ പോണത്, പിന്നെ നിങ്ങൾക്ക് വിളിക്കാൻ ടൈം വേണ്ടേ? അവരുടെ ഇഷ്ടം വേറെയാണ്, ആ ഭാഗത്തേക്കാണ് പോണത്. എൻ്റെ സ്കൂളിലെ ഒരു മാഷ് പെട്ടെന്നൊരു ഫോൺ വന്നിട്ട് പോവുക. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ മകള് വേറെ ഒരുത്തൻ്റെ കൂടെ പോയതാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് കൊണ്ടുപോയി, കാരണം 18 വയസ്സായി, ഒരു രക്ഷയില്ല, അവൻ്റെ കൂടെ പോയി. ഈ പിതാവിന് മേപ്പിട്ട് നോക്കല്ലാതെ വേറെ ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വിളി വരാം. എന്താ വിളിയെന്നറിയോ? നിങ്ങളെ മകൾ ഇവിടെ വന്നിരിക്കണം, നിങ്ങളൊന്നിട്ട് വരിയെന്ന്. അപ്പോൾ ഇയാൾ ചെന്നപ്പോൾ എന്താണ്, ഈ പിതാവിൻ്റെ സ്വത്ത് കിട്ടണം, സ്വത്ത് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കാനാണ്, കിട്ടുമെന്ന് അന്വേഷിക്കാനാണ് വന്നുള്ളത്. അപ്പം വക്കീൽ പറഞ്ഞ എത്ര, നിങ്ങൾ ഇനി മരിച്ചിട്ടേ പറ്റുള്ളൂ, പിതാവ് മരിക്കാതെ മകൾക്ക് കിട്ടൂല. അപ്പം അവിടുന്ന് എങ്ങനെ പോണത്, ഈ പിതാവ് മരിക്കണം എന്ന് ആഗ്രഹിച്ച് പോണ മോള്. ആലോചിച്ച് നിങ്ങൾ, ഈ പിതാവിൻ്റെ മരണവും കാത്തു പോകുന്ന മോളാണ്. ഇതാണ് അവസ്ഥ. അപ്പം വന്നിട്ട് ഇവർ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഉമ്മനോട് ഇപ്പോൾ പ്രാർത്ഥിക്കാം, ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്. കാരണം അങ്ങനെ പോണ മക്കളുണ്ടോ? കുറേ ഉറക്കമൊഴിച്ച് കണ്ണിൽ ചോര വന്ന് ഇരുന്ന് പഠിച്ച് പരീക്ഷക്കാണ്ട് പോവുകയാണ്. ഇപ്പോൾ പരീക്ഷാകാലമാണ്, 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ ടെൻഷനാണ്. നമ്മളൊക്കെ മക്കൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സൊക്കെ എഴുതാൻ പോകണമല്ലോ. അടുത്ത ദിവസം പരീക്ഷയാണ്, പബ്ലിക് എക്സാം തുടങ്ങുകയാണ്, +2 ആണെങ്കിലും SSLC ആണെങ്കിലും ഒക്കെ. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, അവർക്ക് ആ പഠിച്ചത് മറക്കാതെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആൻസർ ഇങ്ങോട്ട് വരണം. അതിന് വീട്ടിലിരുന്ന് ഉമ്മ ദുആ ചെയ്യണം. ഉമ്മ ഞാൻ പരീക്ഷയ്ക്ക് പോകണം, ഉമ്മ എനിക്ക് നിങ്ങൾ ദുആ ചെയ്യണം ഉമ്മ എന്ന് പറഞ്ഞു പോവുക. ഇപ്പാനോട് ഇപ്പം നിങ്ങൾ ദുആ ചെയ്യുമെന്ന് പറഞ്ഞു പോവുക. ആ വാപ്പി ഉമ്മ ഈ മകന് വേണ്ടി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പഠിച്ചത് താനണ്ട് വരും, ഓർത്ത് എഴുതാൻ പറ്റും. ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറാൻ അതിനെന്താ വേണ്ടത്? 2 ദിവസം പടച്ചവനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും മാത്രം പറഞ്ഞവർ. അപ്പോൾ അതിലേക്ക് നമ്മൾ അതിന് പ്രതിഫലം എത്രയാണ്? ഇപ്പം കഴിഞ്ഞ കൊല്ലത്ത് അത് പോരെ നമുക്ക്, നമ്മൾ വേറെ എന്താ അമല വേണ്ടത്? ഒരു വ്യക്തി അശ്ഹദു അല്ലാ ഷഹാദത്ത് കലിമ ചൊല്ലി എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അതിന് ലോകത്ത് എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കി നിങ്ങൾ, ഇനിയൊന്നും വേണ്ട, ലോകവും അതിലുള്ളത് മുഴുവനും കിട്ടിയില്ല. ഈ പോയി പറഞ്ഞയച്ച അതുമായി സഹകരിച്ച എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പം അതുകൊണ്ട് ആരും പിന്നോട്ട് മാറി നിൽക്കരുത്. ഈ ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ദേവത്ത് നടക്കേണ്ട കേന്ദ്രം അവിടെയാണ്. അപ്പം അതുകൊണ്ട് മറ്റൊരു നിലക്കും ചിന്തിക്കാതെ നിങ്ങൾ ഈ ഒരു സംവിധാനത്തെ നിങ്ങൾ മെച്ചപ്പെടുത്തണം. 5 ഉള്ളത് 6 ആക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കണം. അതിനുവേണ്ടി നിങ്ങൾ താല്പര്യം എടുക്കണം. പ്രത്യേകിച്ച് എനിക്കതൊരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ ഒരു സ്വാർത്ഥത കൂടി ഞാൻ പറയാം. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ വന്നിപ്പോൾ ഈ ചെന്നൈ ഇസ്ലാമിക് സെൻറ്ററിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെല്ലാവരും ഇതറിയും, എല്ലാവരും ഈ കേരളത്തിലെ മുഴുവൻ ദേവരംഗത്തുള്ള ആൾക്കാരും പണ്ഡിതന്മാരും നേതാക്കന്മാരും എല്ലാവരും ഇവിടെ നടക്കുന്ന ഈ ക്ലാസ്സിനെ പറ്റി അറിയും. 2 ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇവിടെ വരണ്ടെന്ന് പറയും. അപ്പം ഇത്തരം കാര്യങ്ങളിൽ പിന്നെ പിറകോട്ട് ആരെങ്കിലും നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്ഷീണം എനിക്ക് കൂടിയുണ്ട്. പിന്നെ ഞാൻ ഇത് നന്നായി 5 ഉള്ളത് 6 ആകുമ്പം അതിനൊരു ഗുണവും അതിൻ്റെ ആ ഒരു ദുനിയാവിലെ ഗുണമൊന്നും നമുക്കാർക്കും വേണ്ട, ഒരു സ്ഥാനവും പദവിയും ഒന്നും വേണ്ട, ഒരു സംഗതിയില്ല. പക്ഷെ നമുക്ക് അതിൻ്റേതായ ഒരു നന്മ പരലോകത്ത് പഠിച്ചോണത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്വാർത്ഥത കൂടി ഇതിൽ ഉണ്ട്. നിങ്ങൾ 5 ഉള്ളത് 6 ആക്കണം, അല്ല ഒരിക്കലും ഒന്ന് കുറഞ്ഞൊരവസ്ഥയിലേക്ക് പോകരുത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കൂടിയിരിക്കണം, ഒഴിഞ്ഞിരിക്കണം. എന്നിട്ട് അതിന് എന്തൊക്കെ കഴിഞ്ഞ കൊല്ലം ഈ കുട്ടികളോട് നിങ്ങൾ ചോദിക്കണം, വലിയ ആൾക്കാർ എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ എത്തി, എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ ചോദിക്കണം. അവരതിന് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു നല്ല പഠിച്ചോൻ്റെ തൗഫീഖ് കൊണ്ടല്ല നമ്മളിവിടെ വന്ന്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഈ ഒരു സ്ഥാപനം കിട്ടാനും ഈ ബിൽഡിങ് കിട്ടാനും ഇവിടെ നമ്മൾ വന്നിരിക്കാനൊക്കെ പഠിച്ചോൻ്റെ തൗഫീഖല്ലേ. വേറെ ഒരാളെ മഹത്വം നമ്മൾ പറയണ്ട, ഒരാളെ സ്ഥാനവും വലുപ്പവും നമ്മൾ പറയണ്ട. നമുക്ക് ഇവിടെ ഇരിക്കാനും ഈ സ്ഥാപനവും കാര്യങ്ങളും കിട്ടി. അതിനപ്പുറം അള്ളാഹിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു ക്ലാസ് നമ്മളിവിടെ തുടങ്ങി. സൂറത്ത് സുമറിലെ 6 ആയത്ത് നമ്മൾ കാണാതെ പഠിച്ചില്ലേ, അർത്ഥസഹിതം പഠിച്ചില്ല. അതിനേക്കാൾ വലിയ തൗഫീഖ് ഇനി വേറെന്താ കിട്ടാനുള്ളത്? വേറൊന്നും കിട്ടുക. അതൊക്കെ പടച്ചോൻ നമ്മുടെ ആ ഒരു മനസ്സുകൊണ്ട് ഇഖ്ലാസ് കൊണ്ടും പടച്ചോൻ തരുന്ന സഹായം. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വെറും നെഗറ്റീവായി മാത്രം ചിന്തിക്കില്ല, കുറച്ച് പോസിറ്റീവായി നമ്മൾ ചിന്തിക്കണം. അത് നമുക്ക് ഏറെ പ്രചോദനം നൽകുന്ന കാര്യമാണ്. പടച്ചോൻ നമ്മുടെ ഇഖ്ലാസ് കൊണ്ട് തന്നെയാണ്
ഞാൻ വേറെ ഇപ്പോൾ ഈ എല്ലാ ശനിയാഴ്ചയും ഒരു മെസ്സേജും കിട്ടാതെ ഇന്ന് ശനിയാഴ്ചയാണ്, ഈ ശനിയാഴ്ച ക്ലാസ്സുള്ള ദിവസമാണ് എന്ന് നമ്മുടെ മനസ്സിൽ വരാനും ഇവിടെ വരാനും ഇരിക്കാനും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലെ ഈമാൻ കൊണ്ട് ഇഖ്ലാസ് കൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. അപ്പം അത് ഇല്ലാത്ത ആളുകൾക്ക് വരാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇല്ലാത്ത ആളുകൾക്ക് വരാൻ കഴിയില്ല. എത്ര ആഗ്രഹിച്ചാലും എത്തിപ്പെടണമെന്നില്ല. നമ്മളിവിടെ എത്തിപ്പെടുന്നത് നമ്മളെ ഈമാനോട് ഇഖ്ലാസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുണ്ട് എന്ന് അതിൻ്റെ അടയാളം നമുക്കുള്ളൊരു കാര്യം അടയാളം കൊണ്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളതിൻ്റെ വലുപ്പം അറിയണ്ടേ, മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ തൗഫീഖ് നമ്മൾ നിലനിർത്തണം. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് ബോധിപ്പിക്കാനും കൊടുക്കാനൊന്നുമല്ല, ദൈവത്തിൻ്റെ രംഗത്ത് നമ്മൾ സജീവമായി ചെയ്യുക. അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും. ആ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു നമുക്ക് പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദുനിയാവിൻ്റെ മറ്റ് ഒരു പ്രേരണയും കൂടാതെ, മറ്റൊന്നുമില്ലാതെ സത്യസന്ധമായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്മയെ തിരിച്ചറിഞ്ഞ് ആ നന്മയുടെ പക്ഷത്ത് നിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. അള്ളാഹു തആല അവൻ്റെ പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഉന്നതമായ ദറജ, ആ ദറജ ഒട്ടും കുറയാതെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതേപോലെ സന്തോഷത്തോടു കൂടി അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.